സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ചിത്രം തെളിഞ്ഞു വരികയാണ്. CPM സ്ഥാനാർത്ഥികളായി കഴിഞ്ഞിരിക്കുന്നു. മുൻ മന്ത്രിമാരും സിറ്റിംഗ് MLA-മാരും പട്ടികയിലുണ്ട്. പൊന്നാനിയിൽ മുസ്ലിം ലീഗ് പുറത്താക്കിയ KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. പ്രഖ്യാപനം 27-നാണ് ഉണ്ടാകുക. UDF-ൽ 3 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. സിറ്റിംഗ് MP-മാർ മത്സരിക്കുക എന്ന തീരുമാനമായതിനാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ സസ്പെൻസുകളില്ല. BJP-യുടെ പട്ടിക വരാൻ ഇരിക്കുന്നതേയുള്ളൂ. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ഒരുങ്ങിയോ മുന്നണികൾ? കരുത്തരിലൂടെ കളം പിടിക്കുമോ LDF? UDF-ന്റെ സിറ്റിംഗ് ഭദ്രമാണോ? ലീഗിന് 3-ാം സീറ്റ് കിട്ടുമോ? ഈ ചർച്ചയിൽ ശ്രീ PR ശിവശങ്കർ BJP, ശ്രീ KS അരുൺകുമാർ CPM, ശ്രീ അബിൻ വർക്കി കോൺഗ്രസ്, ശ്രീ ഷാഫി ചാലിയം മുസ്ലിം ലീഗ് എന്നിവർ. ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ അരുൺകുമാർ, നിങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 27-ാം തീയതിയെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ കുറിച്ച് അന്നേ അല്ലെങ്കിൽ അതിനുശേഷമേ പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ ഒരു തന്ത്രത്തെക്കുറിച്ച്, സ്ട്രാറ്റജിയെക്കുറിച്ച് പറയാലോ. ഇത്തവണ ലോക്സഭയിലേക്ക് കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു സീറ്റായി പോകരുത്. ദേശീയ തലത്തിൽ CPIM-ന് സ്ട്രെങ്ത് വേണം എങ്കിൽ കേരളത്തിൽ നിന്ന് MP-മാർ വേണം എന്നുള്ള നിലയിൽ പ്രധാനപ്പെട്ട ആളുകളെ, പ്രഗത്ഭരെ തന്നെ, അതിപ്പോൾ മന്ത്രിമാരാകാം, മുൻ മന്ത്രിമാരാകാം, നിലവിലെ MLA-മാരാകാം, ആ തരത്തിൽ കരുത്തരായ ആളുകളെ രംഗത്തിറക്കി കളം പിടിക്കുക എന്ന തന്ത്രമാണോ ഇക്കുറി? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുള്ള സാഹചര്യമല്ലല്ലോ ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ളത്. സ്ഥിതികളും സാഹചര്യങ്ങളും എല്ലാം വളരെയധികം മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇനി ഇടതുപക്ഷത്തിന് എന്താണ് പ്രശസ്തി എന്ന് ചോദിച്ചവർ ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യക്ക് എന്ത് പ്രശസ്തി എന്ന് തിരിച്ചു ചോദിക്കുന്ന തരത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ ലക്ഷ്യം. അതുകൊണ്ട് മികച്ച സ്ഥാനാർത്ഥികൾ തന്നെ അണിനിരക്കും, ഏറ്റവും മികച്ച പോരാട്ടം തന്നെ സംഘടിപ്പിക്കും. അതിനുവേണ്ടി ഉള്ള നല്ല രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് തന്നെയാണ് CPM വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം 27-ാം തീയതി നടക്കും. മികച്ച സ്ഥാനാർത്ഥികൾ തന്നെ രംഗത്തിറങ്ങുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ശരി, എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ. പക്ഷേ നമുക്കറിയാമല്ലോ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശ ധാരണ നമ്മളെ സംബന്ധിച്ചുണ്ടല്ലോ. ഞാൻ വരാൻ താങ്കളിലേക്ക്. ശ്രീ ഷാഫി ചാലിയ, മുസ്ലിം ലീഗ് 3 സീറ്റ് UDF-ൽ ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ കിട്ടോ ഇല്ലയോ എന്നറിയില്ല, കിട്ടാതിരിക്കാനാണ് സാധ്യത. പക്ഷെ എന്തായാലും 3 മുസ്ലിം ലീഗുകാർക്ക് മത്സരിക്കാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. 2 UDF-ലും 1 LDF-ലും. സന്തോഷമായോ? അല്ല, LDF-ന്റെ തീരുമാനം പുറത്തു വന്നിട്ടില്ലല്ലോ. നിങ്ങളെ ഗസ് ചെയ്ത് പറയല്ലേ, വരട്ടെ. അവർ 2 സീറ്റും വിൽപ്പനക്ക് വെച്ചതായിട്ടാണ് ഞങ്ങളെ അറിവ്. സാധാരണ അങ്ങനെ ചെയ്യാറ്, ഏതെങ്കിലും ഒരു പണച്ചാക്കിന് ഇടുന്ന പതിവാണുള്ളത്. ഇത്തവണ എങ്ങനെയാണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അവർ തീരുമാനം വരട്ടെ, അന്നേരം പ്രതികരിക്കും. മലപ്പുറത്ത് വസീഫാണ്, പൊന്നാനിയാണ് അവിടെ ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉള്ളത്. അല്ല പോട്ടെ, തീരുമാനം വന്നോട്ടെ. ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള ഒരു ധാരണ എന്താണ്? ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക്, മലപ്പുറത്ത് നിന്ന് അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിലേക്ക് എന്നുള്ളതാണല്ലോ. അപ്പോൾ പൊന്നാനി കുറച്ച് ടഫായിട്ടുള്ള എന്ന് വെച്ചാൽ CPM-ന് ഫൈറ്റിംഗ് ചാൻസ് ഉള്ള സീറ്റാണ്. CPM ജയിച്ചിട്ടുള്ള നിയമസഭാ സീറ്റുകൾ അതിനകത്ത് ഉണ്ട്. പൊന്നാനി, അതുപോലെ തന്നെ തൃത്താല പോലെയുള്ള, തവനൂർ പോലെയുള്ള സീറ്റുകൾ. അതായത് CPM-നും ഏതാണ്ട് തുല്യമായ പങ്കാളിത്തമുള്ള മേഖലകൾ അവിടെ ഉണ്ട് എന്നുള്ള നിലയ്ക്കായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ET മുഹമ്മദ് ബഷീർ അവിടെ നിന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്തേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ KS ഹംസ വന്ന സ്ഥിതിക്ക് ET പോണോ? എന്താ താങ്കൾക്ക് തോന്നുന്നത്? ഇല്ല, അതൊക്കെ പാർട്ടിയുടെ തീരുമാനം വരട്ടെ. വരുന്നതിന് മുമ്പ് എന്ത് പ്രതികരിക്കാനാണ്? പിന്നെ കഴിഞ്ഞ തവണ പൊന്നാനിയിൽ ഈട്ടിക്കെതിരെ മത്സരിച്ചത് ആരാറിയല്ലോ, PV അൻവർ. അദ്ദേഹം എന്താ പറഞ്ഞത്? പൊന്നാനി ഞാൻ ജയിക്കും, പൊന്നാനി എങ്ങാനും ഞാൻ വിജയിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. ആ സാധു പൊതുപ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് നിലമ്പൂരിലെ വീട്ടിലിരിക്കുകയാണല്ലോ. നമുക്കറിയാമല്ലോ എന്തെല്ലാം ബടായിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചിത്രങ്ങൾ കൂടുതൽ തെളിഞ്ഞു വരട്ടെ. പാർട്ടികളുടെ തീരുമാനം, മുന്നണിയുടെ തീരുമാനം, പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ വന്നതിന് ശേഷം നമുക്ക് പ്രതികരിക്കാം. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഉണ്ടല്ലോ പൊന്നാനിയിലത്തെ, അത് സൗകര്യം കിട്ടുകയാണെങ്കിൽ അതൊന്ന് പോയി എണ്ണി നോക്കിയാൽ മതി, ഒരു പ്രശ്നവുമില്ല. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതിയും അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് ഏവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ഭയവും മുസ്ലിം ലീഗിനും UDF-നും ഇല്ല. അത് കഴിഞ്ഞ തവണ ഒരു അബദ്ധത്തിൽ പോയിരുന്നു ആലപ്പുഴ. ഇത്തവണ അതടക്കം തിരിച്ചു പിടിക്കാനുള്ള ക്രമീകരണങ്ങളും പ്രവൃത്തികളും എല്ലായിടത്തും മുസ്ലിം ലീഗും ചെയ്തിട്ടുണ്ട്, അതുപോലെ UDF-ഉം ചെയ്തിട്ടുണ്ട്. ശരി, ഓക്കെ. പക്ഷേ അബിൻ വർക്കി, ഇത്തവണ നോക്കൂ, LDF-ന്റെ ഭാഗത്തു നിന്ന് അവർക്ക് നിർത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് കളത്തിലിറക്കുന്നത്. ലക്ഷ്യം ഒന്നേ ഉള്ളൂ,
എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സീറ്റുകൾ, അതും പ്രധാനപ്പെട്ട സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. CPM-ന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നമ്പറാണ് ഇപ്പോൾ ലോക്സഭയിൽ. CPI-ക്ക് ആണെങ്കിൽ ഇല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗം ഒഴിച്ചു നിർത്തിയാൽ. അപ്പോൾ ഇടതുപക്ഷ കക്ഷികളെ സംബന്ധിച്ച് അവർക്ക് ലോക്സഭയിലെ പ്രാതിനിധ്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പരമാവധി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഫേസുകൾ ഇറക്കുന്നുള്ളത് ഉറപ്പാണ്. അതിനെ കൗണ്ടർ ചെയ്യാനുള്ള സ്ട്രാറ്റജി കോൺഗ്രസിന്റെ കയ്യിലുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എല്ലാവരും വിജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ സ്ഥാനാർത്ഥി പട്ടിക തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. അത് അവരുടെ ജനാധിപത്യപരമായ അവകാശമാണ്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 2019 വളരെ മികച്ച സ്ഥാനാർത്ഥി പട്ടിക എന്ന് നിങ്ങൾ തന്നെ വിശേഷിപ്പിച്ച സ്ഥാനാർത്ഥി പട്ടികയായിരുന്നു. ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ 6 മന്ത്രിമാരാണ് കഴിഞ്ഞ തവണ ലോക്സഭയിൽ മത്സരിച്ചത്. ഒരു സിനിമാ താരം ഈ തവണത്തെയും അവരുടെ പ്രപ്പോസ്ഡ് പട്ടികയിലെ പോലെ ഒരു സിനിമാ താരവും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിരുന്നു. അങ്ങനെ ഒരു യുവജന നേതാവും മത്സരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ മികച്ചത് എന്ന് നിങ്ങൾ തന്നെ അന്ന് വിശേഷിപ്പിച്ച സ്ഥാനാർത്ഥി പട്ടികയിലൂടെ മത്സരിക്കാൻ പോയിട്ടാണ് 19 സീറ്റും അതിൽ ഒരു സീറ്റ് ഞങ്ങൾക്ക് വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എത്ര മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണെങ്കിലും എത്ര മികച്ചവരാണ് മത്സരിക്കുന്നത് എന്നുണ്ടെങ്കിലും കേരളത്തിലെയും കേന്ദ്രത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസ്സിന് ഏറ്റവും അനുകൂലമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളത്തിലെയും കേന്ദ്രത്തിലെയും ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള ഒരു വലിയ രീതിയിലുള്ള വമ്പിച്ച ജനമുന്നേറ്റം അത് വോട്ടിങ്ങായി മാറുമെന്നും ആ വോട്ട് ഞങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നും അതിലൂടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആലപ്പുഴ അടക്കമുള്ള 20 സീറ്റുകളിൽ 2020 എന്നുള്ള മുദ്രാവാക്യമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് 20 സീറ്റും ജയിച്ചു വരാൻ പറ്റും എന്നുള്ള ഉറച്ച പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ശരി, 20 ഔട്ട് ഓഫ് 20 ആണ് UDF കാണുന്നത്. നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുന്നത്. ശ്രീ PR ശിവശങ്കർ, BJP-യെ സംബന്ധിച്ച് BJP-യുടെ പദയാത്ര നടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ UDF-നെ സംബന്ധിച്ചാണെങ്കിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വലിയ ടെൻഷൻ അടിക്കേണ്ട. കാരണം അവർക്ക് സിറ്റിംഗ് MP-മാരുണ്ട് 19 പേർ. അതിൽ K. സുധാകരൻ ഒഴികെയുള്ളവരെല്ലാവരും മത്സരിക്കാനാണ് സാധ്യത. കോട്ടയത്തെ കാര്യം തീരുമാനമായി കഴിഞ്ഞു. LDF-നെ സംബന്ധിച്ച് അവരുടെ സ്ഥാനാർത്ഥികൾ ഏറെക്കുറെയായി. BJP-യുടെ കാര്യത്തിലാണ് ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ഒഴിച്ചുള്ള ഒരിടത്തെയും കാര്യം നമുക്ക് യാതൊരു ധാരണയില്ലാത്തത്. അപ്പോൾ ഇവരൊക്കെ ഒരു ലാപ്പ് ഓടിക്കഴിഞ്ഞ് പുറകെ ഓടിയാൽ പോരല്ലോ. ഉടൻ വരുമോ BJP-യുടെ പട്ടിക? അഭിലാഷ്, എനിക്ക് തോന്നുന്നത് ഇന്റേണലി വി ഡിസൈഡഡ് ഓൾമോസ്റ്റ് എവറിത്തിങ്. അതൊരു ഫൈനലൈസേഷൻ ഈ ഒരു പാർലമെൻ്ററി പാർട്ടി കൂടേണ്ടതുണ്ട്. അതുപോലെ കേന്ദ്ര രാഷ്ട്രീയ കാര്യസമിതിയും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് സമിതിയും കൂടേണ്ടതുണ്ട്. അങ്ങനെ CPM-നുള്ള തന്നെ ചില ചിട്ടവട്ടങ്ങൾ BJP-ക്കും ഉണ്ട്. അഭിലാഷിന് അറിയാം. അത്തരത്തിലൊരു ഫൈനൽ ലിസ്റ്റ് ഞങ്ങൾ നേരത്തെ ഇവിടെ കൊടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പ്രവർത്തകർക്ക് ഏതാണ്ട് ചില താല്പര്യങ്ങളും ഒരു പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കാൻഡിഡേറ്റിനെ വരും, കേരളത്തിന് അനുയോജ്യമായ നല്ല കാൻഡിഡേറ്റ് തന്നെ വരും. ഏതായാലും ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി എ വാക്ക് ഓവർ ഫോർ എനിവൺ. അത് കോൺഗ്രസിനായാലും BJP-ക്ക് LDF-നായാലും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. രണ്ട്, നിങ്ങളിപ്പോൾ ഇവിടെ ഈ LDF-ൻ്റെ വളരെ മികച്ച കാൻഡിഡേറ്റ്, പിന്നെ അരുണിൻ്റെ ഒരു പ്രയോഗം, ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. മികച്ച കാൻഡിഡേറ്റ് എന്നൊക്കെ പറയുമ്പോൾ എക്സ്പോർട്ട് ക്വാളിറ്റി കാൻഡിഡേറ്റ് എന്നാണോ ഇവർ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ നിന്ന് കുറേ പേരെ അങ്ങോട്ട് പറഞ്ഞുകൂടിയാണ് ഇവിടെ നിൽക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ഇവരിവിടെ നിന്നാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാരെ എക്സ്പോർട്ട് ചെയ്യുകയാണ് എന്നുള്ളൊരു ധാരണയും കൂടി ഉണ്ട്. അവരെയൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കേരളത്തിൽ ഭരണത്തിലിരുന്നപ്പോൾ അവരെന്തുകൊണ്ടാണ് അവരെ തിരിച്ച് ഭരണത്തിൽ കൊണ്ടാത്തൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവരൊന്നും മികച്ച കാൻഡിഡേറ്റാണ്, ഇവർക്ക് പകരം ആളില്ല എന്നൊന്നും വിചാരിക്കരുത്. ജനങ്ങൾ പലകുറി കണ്ട് ചിലവരെ തഴഞ്ഞവരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നല്ല തിരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാവും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, അവിടെ ശ്രീ അരുൺകുമാർ, കഴിഞ്ഞ തവണ 19-1 അതിന് മുമ്പത്തെ 2014 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് 8 സീറ്റാണ് കിട്ടിയത്. അതിന് മുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റാണ് കിട്ടിയത്. 2004 ശേഷം ലോക്സഭയിലേക്ക് വളരെ മികച്ച ഒരു പ്രകടനം നടത്താൻ LDF-ന് കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഗെയിമിൽ നിങ്ങൾ പിറകിലാണ്. അതിനിടയ്ക്ക് നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ജയിച്ചപ്പോഴും ലോക്സഭയിലേക്ക് കാര്യമായി അംഗങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാറില്ല. ആ ഒരു സംഗതി മാറണമെങ്കിൽ വളരെ ഡ്രാസ്റ്റിക്കായ ഒരു ചേഞ്ച് കൂടെ സംഭവിക്കണമല്ലോ. നമ്മളൊരു ടെക്ടോണിക് ഷിഫ്റ്റ് എന്നുള്ള നിലയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ വലിയ കാര്യം സംഭവിക്കണം. അങ്ങനെ വല്ലതും ഇപ്പോൾ ഉണ്ടോ? വളരെ കൂളായി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ തരംഗങ്ങളൊന്നും കാണാനില്ലാത്ത വിധം ശാന്തമല്ലേ കേരള രാഷ്ട്രീയം? മിസ്റ്റർ അഭിലാഷ്, 2019 ഒരു സാഹചര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഈ ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് വരാൻ പോകുന്നു, പ്രത്യേകിച്ച് നമ്മുടെ വയനാട്ടിൽ നിന്ന് തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുന്നു എന്ന രൂപത്തിൽ
വലിയ തരത്തിൽ ഒരു രാഹുൽ തരംഗം ആഞ്ഞടിക്കുന്ന സാഹചര്യമുണ്ടായി. ആ രാഹുൽ തരംഗം ആഞ്ഞടിക്കുമ്പോൾ ശരിക്കും BJPക്ക് എതിരായിട്ടുള്ള വോട്ടാണെങ്കിൽ ആ വോട്ട് കോൺഗ്രസിൽ കേന്ദ്രീകരിപ്പിക്കുന്നതിൽ കേരളത്തിലെ UDF കഴിഞ്ഞു. അതാണ് 19 സീറ്റ്. മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളും കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷമായി അല്ലെങ്കിൽ 7.5 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി തന്നെ ചർച്ചയായി മാറും. ഇപ്പോൾ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഭരണങ്ങളെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിശക്തമായി അതിനെതിരെ പ്രതികരിച്ചു, രംഗത്ത് വന്നു, നിയമ പോരാട്ടം നടത്തുന്നതിൽ ആരാണ് മുന്നിൽ നിന്നത്? ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചു. ഭരണഘടന ഗവർണർക്ക് കൊടുത്ത അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആരാണ് അതിനെതിരെ പ്രതികരിച്ചത്? സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയത്. അത്തരത്തിലുള്ള ദുരുപയോഗം എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്നു, സഹകരണ ഫെഡറലിസം തകർക്കുന്നു, സംസ്ഥാന ഗവൺമെന്റുകൾക്കുള്ള സാമ്പത്തിക വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു. അതിനെതിരെ നിയമ പോരാട്ടം നടത്താനും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം ഡൽഹിയിൽ പോയി സംഘടിപ്പിക്കാനും ആരാണ് നേതൃത്വം കൊടുത്തത്? ഈ 3 വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളാണ്. അത്തരത്തിലുള്ള നയങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണം അത് രാഷ്ട്രീയപരമായിട്ടും സംഘടനാപരമായിട്ടും നിയമ പോരാട്ടവും നടത്തി മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ ആർജവം, കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയ ആർജവം വളരെ ഗൗരവത്തോടെ തന്നെ ഈ രാജ്യം ചർച്ച ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ BJP 2019 വലിയ തരത്തിൽ ഈ രാജ്യം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വിഷയങ്ങളിൽ നിന്ന് ഒരൊറ്റ സംഭവത്തിന്റെ പേരിൽ മുഴുവൻ ചർച്ചകളെയും ഒരൊറ്റ വിഷയത്തിലേക്ക് കേന്ദ്രീകരിപ്പിച്ചു. പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ GST പിന്നെ ചർച്ച ചെയ്തില്ല, വിലക്കയറ്റം ചർച്ച ചെയ്തില്ല, നോട്ട് നിരോധനം ചർച്ച ചെയ്തില്ല. മറ്റു രാജ്യം നേരിടുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളെ മുഴുവൻ പുൽവാമ ഭീകരാക്രമണത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ 2019 ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് ഏപ്രിൽ മാസത്തിൽ അവർക്ക് കഴിഞ്ഞു. അത് ഒരു വൻ രണ്ടാമത് ഭരണത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതുപോലെ തന്നെ ഈ രാജ്യത്ത് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നീറുന്ന പ്രശ്നങ്ങളെ ബാബറി മസ്ജിദിന്റെ ഒറ്റ വിഷയങ്ങളിലേക്ക് കൃത്യമായി രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാണപ്രതിഷ്ഠയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുവാനും മറ്റൊരു രാഷ്ട്രീയ വിഷയങ്ങളും ഇവിടെ ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് സംഘപരിവാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കർഷക സമരം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയാണ്. അതുപോലെ പൗരത്വ ഭേദഗതി നിയമം അടിച്ചേൽപ്പിക്കാൻ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പ്രഖ്യാപനം നടത്തുന്നു എന്ന് പറയുന്നു. അതിനെതിരെ വലിയ ശക്തമായിട്ടുള്ള പ്രതികരണം ഉയർന്നു വരികയാണ്. യൂണിഫോം സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളത് നടപ്പാക്കും എന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരികയാണ്. ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ് എന്ന രൂപത്തിൽ ഇനി തെരഞ്ഞെടുപ്പുകളെ ഈ രാജ്യത്ത് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഇപ്പോഴുള്ള സമ്പ്രദായത്തിൽ നടക്കില്ല എന്നുള്ള പ്രഖ്യാപനം വരുന്നു. അതിനെതിരെ പ്രതിഷേധം വരികയാണ്. അതുകൊണ്ട് ഒരൊറ്റ വിഷയത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ചർച്ച, തെരഞ്ഞെടുപ്പ് ചർച്ചകളെ മുഴുവൻ കേന്ദ്രീകരിക്കാനുള്ള RSSന്റെ ശ്രമത്തെ നന്നായി ചെറുക്കാൻ ഈ രാജ്യത്ത് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി 27ഓളം രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മ അതിശക്തമായിട്ടുള്ള മുന്നേറ്റം അതിലിപ്പോ നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ വോട്ട് ചെയ്താലും പോരെ. നിങ്ങൾ എല്ലാവരും ഒറ്റ മുന്നണിയല്ല, ഇന്ത്യ മുന്നണിയല്ല. ഈ പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ, താങ്കൾ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് കോൺഗ്രസിനെ സെലക്ട് ചെയ്യാം, ലീഗിനെ സെലക്ട് ചെയ്യാം, നിങ്ങളെയും സെലക്ട് ചെയ്യാം. യെസ്, ഞാൻ അതിലേക്കാണ് വരുന്നത്. രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ BJPക്ക് എതിരായിട്ടുള്ള വോട്ടുകൾ ശിഥിലീകരിച്ചു പോകാതെ അതൊറ്റ മുന്നണിയിൽ കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് രാജ്യത്താകമാനം നടക്കുന്നത്. ഈ കേരളത്തിലെ സാഹചര്യം നമുക്കറിയാം. കേരളത്തിൽ മുന്നണി രാഷ്ട്രീയം തന്നെയാണ്. ഇവിടെ BJP എത്ര ശ്രമം നടത്തിയാലും എത്ര നുണപ്രചരണം നടത്തിയാലും BJPയുടെ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നിപ്പോ BJP തന്നെ പ്രഖ്യാപിച്ചല്ലോ കേന്ദ്ര അഴിമതിക്കെതിരെ, കേന്ദ്ര ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരെ വോട്ട് ചെയ്യണമെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചു. അത് പോട്ടെ, അതെന്താ ആയിക്കോട്ടെ, പന്തിഭോജനം അവരുടെ പ്രഖ്യാപനമൊക്കെ അവിടെ നിന്നോട്ടെ. പക്ഷെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണി രാഷ്ട്രീയം കഴിഞ്ഞ 18 MP ജയിപ്പിച്ച് വിട്ടിട്ട് അവർ ഈ കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു? ഞങ്ങൾ ഇന്ന കാര്യം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിന് കൊണ്ടുവന്നു എന്ന് പറയാൻ ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഡൽഹിയിൽ അവർ ആകെ നടത്തിയ പ്രക്ഷോഭം കേരളത്തിന് വേണ്ട എന്നുള്ള പ്രക്ഷോഭം തന്നെയാണ്. അപ്പോൾ ഈ MP പ്രത്യേകിച്ച് കോൺഗ്രസ് ജയിപ്പിച്ചു വിട്ട, UDF ജയിപ്പിച്ചു വിട്ട 18 MP നന്നായി വിലയിരുത്തുമ്പോൾ ഈ കേരളത്തിന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ, എന്തെങ്കിലും നേട്ടമുണ്ടാകണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇന്ത്യൻ പാർലമെന്റിൽ വേണമെന്നും അത് രാജ്യത്താകമാനം ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തണമെന്നുള്ള ചർച്ച ഈ രാജ്യത്ത് ഇപ്പൊ സജീവമായിരിക്കുകയാണ്. ശരി, ഓക്കെ. ഷാബിൻ വർക്കി, ഇതുവരെ ഇവിടെ നടന്നിട്ടുള്ള എല്ലാ അഭിപ്രായ സർവേകളും കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ സ്വീപ്പാണ് പ്രവചിക്കുന്നത്. പക്ഷെ ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പം LDFും UDFും രണ്ടു കൂട്ടരും ഇന്ത്യ മുന്നണിയാണ് എന്നൊരു പ്രശ്നമുണ്ട്. ഇന്ത്യ മുന്നണിയിൽ ആരുടെ സ്വീപ്പ് എന്ന് ആരും പ്രവചിച്ചിട്ടില്ല. ഇവിടെ സൂചിപ്പിച്ച കാരണങ്ങളല്ലാത്ത ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നില്ലേ? ഇപ്പൊ നമുക്ക് കേരളത്തിൽ എപ്പോഴും ഒരു ആന്റി ഇൻകംബൻസി ഉള്ള സംസ്ഥാനമാണ്. ഉള്ള ആളിനോടുള്ള ഒരു വിപ്രതിപത്തി നോക്കൂ. കേരളത്തിലെ ഇപ്പോൾ 18 മണ്ഡലങ്ങളിൽ UDFന്റെ MP-മാരാണ്. അപ്പോൾ ആ MP-മാർക്ക് ചിലരാണെങ്കിൽ കുറച്ചധിക കാലമായി MP-മാരാണ്. 2009 മുതൽ MP-മാരായിട്ടുള്ള UDF MP-മാരുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്.
അവിടെ ഈ പറഞ്ഞ MP-മാർ നേരിടുന്ന ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ആന്റി ഇൻകംബൻസി എന്നുള്ളത് നിങ്ങളെ പ്രതികൂലമായി ബാധിക്കില്ലേ? ഈ ഗിവൺ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ LDF-ന് വോട്ട് ചെയ്താലും UDF-ന് വോട്ട് ചെയ്താലും ഡൽഹിയിൽ ഒരേ സ്റ്റാൻഡാണ് എന്നിരിക്കെ ജനങ്ങൾക്ക് കൂടുതൽ ചോയ്സസിനുള്ള അവകാശമുണ്ട്. ശ്രീ അഭിലാഷ്, അതായത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രിയപ്പെട്ട പ്രതിനിധി പറഞ്ഞ ഓരോരോ കാരണങ്ങളൊക്കെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റിയാണ് അദ്ദേഹം അവസാന ഘട്ടത്തിൽ നിന്ന് വിഭിന്നമായി മുന്നേ പറഞ്ഞത് മുഴുവൻ. ആ മുന്നേ പറഞ്ഞ കാരണങ്ങളിലൊക്കെ തന്നെ ഏറ്റവും ശക്തമായി ഇന്ത്യ രാജ്യത്ത് പ്രതിരോധം തീർക്കുന്ന പ്രസ്ഥാനത്തിന് ഒരേ ഒരു പേരേ ഉള്ളൂ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അതിൻ്റെ നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അപ്പോൾ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാകും എന്ന് കരുതി ഇവിടെ ഒരു രാഹുൽ തരംഗം ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ കേരളം വിട്ട് കഴിഞ്ഞാൽ CPM-മാർ പോലും ആഗ്രഹിക്കുന്ന ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പേര് രാഹുൽ ഗാന്ധി എന്നുള്ളത് തന്നെയാണ്. അത് CPM-ൻ്റെ ദേശീയ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇവർക്ക് എന്ത് രാഷ്ട്രീയവും പറയാം. അവർക്ക് കേരളം എന്ന ഈ ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം രാഷ്ട്രീയം നോക്കിയാൽ മതി. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ അവസ്ഥയും അതിൻ്റെ കാലാവസ്ഥയും നോക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങളും ആ തരത്തിലായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ MP-മാരെ കുറിച്ച് ഇപ്പോൾ താങ്കൾ 2009 മുതൽ തുടരുന്ന MP-മാരെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ 2009 ശേഷം നടന്ന 2016-ലെയും 2021-ലെയും തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം ആ MP-മാരുടെ ഭൂരിഭാഗം നിയോജകമണ്ഡലങ്ങളിൽ നിന്ന് MLA-മാരായി ജയിച്ചു വരുമ്പോൾ ആ MP-മാർ വീണ്ടും ജയിക്കുകയാണ്. അതായത് അവരുടെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ കണ്ട് അതിനെ അംഗീകരിച്ചതിനെ തുടർന്നാണ് ആ MP-മാർ വീണ്ടും ജയിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കേരളത്തിലെ MP-മാരെ കുറിച്ച് ഞങ്ങൾക്ക് ഉത്തമമായ വിശ്വാസമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ MP-മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ലോക്സഭാ സ്പീക്കർ എത്ര പ്രാവശ്യം കേരളത്തിലെ MP-മാരെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ അകത്ത് സസ്പെൻഡ് ചെയ്ത MP-മാരുടെ എണ്ണം നോക്കിയാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ കോൺഗ്രസ് MP-മാരെയാണ് സസ്പെൻഡ് ചെയ്തത്. അവരാരും സ്പീക്കറെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിലോ സ്പീക്കറെ ചീത്ത വിളിച്ചതിൻ്റെ പേരിലോ അല്ല, മറിച്ച് പാർലമെൻറ്റിൻ്റെ അകത്ത് ജനക്ഷേമകരമായ അല്ലെങ്കിൽ ജനങ്ങളുടെ അധികാരത്തിന് വേണ്ടി അവകാശത്തിന് വേണ്ടി അവർ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ BJP-യുടെ ഫാഷിസ്റ്റ് സ്പീക്കർ അവർ സസ്പെൻഡ് ചെയ്ത കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ MP-മാരെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും കേന്ദ്രത്തിനെയും കേരളത്തെയും വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായ ഒരു ചെറിയ പെർസെൻറ്റേജ് കേരളത്തിലെ ഭരണത്തെയും അവർ വോട്ട് ചെയ്യും. അപ്പോൾ അദ്ദേഹം ഇവിടെ കോൺഗ്രസ് എന്തെല്ലാമൊക്കെയോ ചെയ്തില്ല, കോൺഗ്രസ് ശക്തമായി പ്രതിരോധിച്ചില്ല കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞു. 2019 മുതൽ 2020 മുതൽ ED അന്വേഷണം നടക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരെ BJP എന്തുകൊണ്ടൊരു ചെറുവിരൽ അനക്കിയില്ല എന്നുള്ളൊരു ചോദ്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ്. അവർ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. പിന്നെ കേന്ദ്രത്തിലെ BJP-യുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് BJP-യുടെ പ്രചരണ ഗാനം പിൻവലിച്ചു. എന്തുകൊണ്ടാണ്? അഴിമതി പൂർണ്ണമായ കേന്ദ്ര സർക്കാരിനെ നമുക്ക് തച്ചുടയ്ക്കണമെന്നുള്ള BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ രാഷ്ട്രീയ പ്രചരണ ഗാനം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ പ്രചരണ ഗാനം. അതായത് BJP-ക്കാർക്ക് പോലും മനസ്സിലായി കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ അഴിമതി പൂർണ്ണമാണ് എന്നും ജനവിരുദ്ധമാണ് എന്നും മനസ്സിലാക്കിയ ഏതോ ഒരു കൊള്ളാവുന്ന BJP-ക്കാരൻ എഴുതിയ പാട്ട്, ആ പാട്ട് കേരളത്തിലെ BJP-യുടെ സംസ്ഥാന സമിതി അംഗീകരിച്ചുകൊണ്ട് പ്രചരണ ഗാനമായി അവരുടെ ഒഫീഷ്യൽ പേജുകളിൽ പബ്ലിഷ് ചെയ്തു. ആ ഗാനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിപ്പോൾ പിൻവലിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തൊരു ചെറിയ കണക്ക് ഞാൻ പറയാം അഭിലാഷ്. ഇപ്പോൾ നിങ്ങൾ ഈ കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള പല രീതിയിലുള്ള ചർച്ചകൾ, അതിപ്പോൾ ശ്രീ നരേന്ദ്രമോദി പാർലമെൻറ്റിനകത്ത് 1000 കൊല്ലം ഭരിക്കും അല്ലെങ്കിൽ 400 സീറ്റ് നേടും എന്നൊക്കെയുള്ള വലിയ ബ്ലഫ് പറയുന്നതിനപ്പുറം എന്താണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്നുള്ളത് നിങ്ങൾ പരിഗണിക്കണം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം BJP നേടിയത് 303 സീറ്റാണ്. ഈ 303 സീറ്റിൽ 32 സീറ്റ് കുറഞ്ഞാൽ കേവല ഭൂരിപക്ഷം BJP-ക്ക് നഷ്ടപ്പെടും. ആ 32 സീറ്റ് കുറയാനുള്ള സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. കാരണം എന്താ? ഇനി BJP-ക്ക് വലിയ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കൂടാനില്ല. ഇപ്പോൾ UP-യിൽ ഇനി സീറ്റുകൾ കൂടാനില്ല. ഏതാണ്ട് 70ഓളം സീറ്റ് UP-യിൽ ഓൾറെഡി BJP-ക്കുണ്ട്. രാജസ്ഥാനിൽ ഇനി സീറ്റുകൾ കൂടാനില്ല. 29-ൽ 28 സീറ്റും BJP-ക്കുണ്ട്. 29-ൽ 28 സീറ്റുമുണ്ട്. മധ്യപ്രദേശിൽ ഏതാണ്ട് പൂർണ്ണമായ സീറ്റുകൾ BJP-യുടെ കയ്യിലാണ്. ഛത്തീസ്ഗഡിൽ ഏതാണ്ട് പൂർണ്ണമായ സീറ്റുകൾ BJP-യുടെ കയ്യിലാണ്. കർണാടകയിൽ 28 സീറ്റിൽ 25 സീറ്റും BJP-യുടെ കയ്യിലാണ്. ഇങ്ങനെ ഏതാണ്ട് ഇന്ത്യയുടെ വലിയ സംസ്ഥാനത്തെ ഏറ്റവും ഭൂരിപക്ഷം സീറ്റുകളും അത് BJP-യുടെ കയ്യിൽ തന്നെ ഇരിക്കുമ്പോൾ ഇനി ഒരു സീറ്റ് പോലും ഇന്ത്യയിൽ കൂടാനില്ല എന്നുള്ള വളരെ കൃത്യമായ ബോധ്യം
BJPയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റുകൾക്കുണ്ട്. അതാണ് ഏത് വിധേനയെങ്കിലും നിതീഷ് കുമാറിനെ കൊണ്ടുവരികയും മഹാരാഷ്ട്രയിൽ കുറെ ടെൻഷൻസ് ഉണ്ടാക്കി അവിടെ നിന്ന് കുറെ എങ്ങനെയെങ്കിലും സീറ്റുകൾ നേടാൻ പറ്റുമോ എന്നുള്ള വിചാരമൊക്കെ BJPയുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇന്ത്യ മുന്നണി ഇവിടെ കൃത്യമായിട്ട് മത്സര രംഗത്തുണ്ടാകും, അവർ ഭരണം നേടും. കാരണം എന്താ, മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക ഈ 3 സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായി ജനങ്ങൾ വോട്ട് ചെയ്താൽ തന്നെ ഞങ്ങൾക്ക് ഈ 32 എന്നുള്ളത് വളരെ കൃത്യമായി കവർ ചെയ്യാൻ പറ്റും. UPയിൽ SP-യുമായിട്ടുള്ള ഞങ്ങളുടെ അലയൻസ് ഇന്ന് തീരുമാനമായി കഴിഞ്ഞു. 17 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള നാളെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഏകദേശം ഞങ്ങൾ അലയൻസ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കൃത്യമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. ഇന്ത്യ മുന്നണിക്ക് ജയിച്ചു വരാൻ പറ്റുന്ന സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അതിൻ്റെ അകത്തായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിനകത്ത് കേരളമായിരിക്കും ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ 2020, അതായത് 100% സംഭാവന ചെയ്യുന്നത്. ആ സംഭാവന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ ആയിരിക്കും. ശരി, ഓക്കെ. UDF-ലൂടെ ആയിരിക്കും. ശരി, ഓക്കെ. ഇവിടെ ഇപ്പോ ശ്രീ ഷാഫി ചാലി, ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ച് അവരുടെ സ്വന്തം സ്ട്രെങ്തും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ മുസ്ലിം ലീഗിന് 5-6 സീറ്റിന് 6 സീറ്റ് വരെ ലീഗ് ന്യായമായും അർഹതപ്പെട്ട പാർട്ടിയാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് പരമ്പരാഗതമായി 2 സീറ്റേ ഉള്ളൂ. ഇപ്പോൾ 2 സീറ്റിൽ മത്സരിച്ചാൽ മതിയോ? മൂന്നാമതൊരു ലീഗുകാരൻ മത്സരിക്കണമെങ്കിൽ CPM സീറ്റ് കൊടുക്കണമെന്നുള്ള അവസ്ഥയാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പൊന്നാനിയിലെ സീറ്റ് നിർണ്ണയത്തിലൂടെ തെളിയാണ്. അപ്പോൾ ഒരു മുസ്ലിം ലീഗുകാരനെ സംബന്ധിച്ച് എന്നും ET മുഹമ്മദ് ബഷീർ തന്നെ MP ആയാൽ മതിയോ, എപ്പോഴും അബ്ദുൾ സമദ് സമദാനി തന്നെ MP ആയാൽ മതിയോ എന്നൊരു ചോദ്യം അവർക്ക് മനസ്സിലുണ്ടാവില്ലേ? അപ്പോൾ ഞങ്ങൾക്ക് പോട്ടെ, 5 വേണ്ട, 6 വേണ്ട, 1 സീറ്റും കൂടി തന്നൂടെ എന്ന ന്യായമായ ആവശ്യം നിങ്ങൾ എങ്ങനെ പ്രസ് ചെയ്യും? എല്ലാ UDF-ൽ മുസ്ലിം ലീഗിൻ്റെ ആവശ്യങ്ങൾ UDF-ൽ മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടുണ്ട്. അതിന് മുകളിലൊരു തീരുമാനം വരണം. സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഔദ്യോഗികമായി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. UDF-ൻ്റെ ഫൈനൽ തീരുമാനം എന്താണോ ആ തീരുമാനത്തിന് കാത്തു നിൽക്കുകയാണ്. അതിന് വിധേയമായിട്ടാണ് എത്ര പേർ മത്സരിക്കണം, എത്ര സീറ്റിൽ മത്സരിക്കണം എന്നൊക്കെ തീരുമാനിക്കുക. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 20 സീറ്റിലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ അരുൺകുമാർ ഇവിടെ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രിയാവുന്ന തരംഗത്തിലാണ്. ആ തരംഗത്തിലാണ് തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് 2 സീറ്റ് കിട്ടിയത്. അത് മറക്കണ്ട. പിന്നെ ഇന്ത്യ മുന്നണിയുടെ കാര്യം പറഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ കമ്മിറ്റിയിലേക്ക് 2 പേരെ തരാൻ പറഞ്ഞു. എല്ലാ പാർട്ടികളും കൊടുത്തു. സീതാറാം യെച്ചൂരി കൊടുത്തില്ല. എന്താ അതിന് കാരണം തടസ്സം പിണറായി വിജയനാണ്. കാരണം ഇന്ത്യ മുന്നണി വിളിക്കുന്ന യോഗങ്ങൾക്കൊന്നും ഇവരാരും പോകാറില്ല. സീതാറാം യെച്ചൂരി മാത്രമാണ് പോകുന്നത്. എന്നാൽ ചന്ദ്രശേഖര റാവു വിളിച്ചു കൂട്ടിയ യോഗത്തിലേക്കാണ് പിണറായി പോവുകയും ചെയ്തത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, കേന്ദ്രത്തിനെതിരെ നടത്തിയ പോരാട്ടം, കേന്ദ്രം നടത്തുന്ന അവഗണന, ഇതിനൊക്കെയല്ലേ നിങ്ങളൊരാളെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടല്ലോ. ഒരു മനോഹരമായ ചെല്ലപ്പേര് നൽകിയ ഒരു തിരുത തോമ ഓർമ്മ ഉണ്ടാവും. വലിയ ഇമ്മൻസ് തുക പ്രതിഫലം കൊടുത്തിട്ട് ആ മനുഷ്യനെ ഡൽഹി കൊണ്ടുപോയിരുത്തി എന്തിനാ? കേന്ദ്രവും കേരളവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. മോഡിജിയുമായി എനിക്കുള്ള അഗാധമായ ബന്ധം, അമിത്ഷാജിയുമായി എനിക്കുള്ള ബന്ധം, ആ ബന്ധം ഉപയോഗപ്പെടുത്തി ഞാൻ സംസ്ഥാനത്തിന് വേണ്ട എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കും. ഇപ്പം എന്താ വടി പിടിച്ചില്ലേ? എന്താ നേടിയെടുക്കാൻ കഴിഞ്ഞോ? കോടതി പോവുകയാണ്, ധർണ നടത്താൻ പോവുകയാണ്. എങ്കിൽ എന്തിനാണ് ഈ ഈ KV തോമസ് എന്ന ഈ ആർത്തി പണ്ടാരത്തിന് ഇപ്പോഴും കേരള സർക്കാരിൻ്റെ ചെലവിൽ തീറ്റിപ്പോറ്റുന്നത്? അയാൾക്കൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ലെന്ന് ബോധ്യയില്ലേ? എന്തടിസ്ഥാനത്തിലൊക്കെ ഇവിടെ അംഗനവാടിയിൽ കഞ്ഞി കൊടുക്കാൻ കാശില്ല, ഉച്ചക്കഞ്ഞിക്ക് കാശില്ല. രേഖാപരമായി കേരള ഹൈക്കോടതിയിൽ ഒരു നയാ പൈസ ഖജനാവില്ല എന്ന് എഴുതി കൊടുത്ത സർക്കാർ ഇപ്പോഴും KV തോമസിന് ഒരു മാസത്തിൽ എത്ര കൊടുക്കുന്നത്? അയാളെ കൊണ്ട് എന്തെങ്കിലും അവഗണനയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞോ? അതെങ്കിലും ജനങ്ങളോട് തുറന്നു പറയാൻ അരുൺകുമാർ നിങ്ങളൊന്ന് തയ്യാറാകണം. ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് കേന്ദ്രം അങ്ങോട്ടാക്കുന്നു, കേന്ദ്രം ഇങ്ങോട്ടാക്കുന്നു. അപ്പോൾ എന്തിനാ ഈ KV തോമസ് എന്താ പണി? KV തോമസ് ഇടപെട്ടിട്ട് കേരളത്തിന്റെ എത്ര പ്രശ്നങ്ങൾ പരിഹരിച്ചു? ഒന്നെങ്കിലും പരിഹരിച്ചു. പിന്നെ അയാളെ പേരിൽ ചെലവിടുന്ന ഈ കാശ് നിങ്ങളെ പാർട്ടി ഓഫീസിൽ നിന്ന് എടുത്ത് കൊടുക്കുക. നിങ്ങളെ പാർട്ടി ഓഫീസിൽ നിന്ന് എടുത്തിട്ട് അയാളെ അണ്ണാക്കൽ എത്ര കൊടുത്തോ? ഒരു പ്രശ്നവുമില്ല. ഈ കാലിയായ കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോഴും ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അയാൾ വീടിന്റെ വാടക ഒക്കെ ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെ എന്താ പ്രയോജനം പറയും? എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒരു പ്രശ്നവും പരിഹരിക്കില്ല. പുറമ്പ് കോടതി പോവുകയാണ്, ഡൽഹിയിൽ ധർണ കൂടാൻ പോവുകയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇത് പരിഹരിക്കാനാണല്ലോ ഒരാളെ വെച്ചത്. അയാളെ കൊണ്ട് ഇതൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആദ്യം ആ സ്ഥാനത്ത് നിന്ന് അയാൾ നീക്ക്, എന്നിട്ട് ഇവിടെ ഒന്ന് പറയും. അതല്ലേ വേണ്ടിയത്?
ശരി, ഓക്കെ. അപ്പോൾ കേന്ദ്ര അവഗണന എന്ന് പറയുന്ന കാർഡ് ഇവിടെ ഇറക്കണ്ട, അതൊന്നും നടക്കില്ല എന്നുള്ളതാണ് ലീഗ് പറയുന്നത്. നോക്കാം നമുക്ക്. ഇനി ശ്രീ ശിവശങ്കർ, ഇവിടെ ഇപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്നൊക്കെ പറയുന്നത് മാതിരിയാണ് ഇന്ന് BJPയുടെ ഒരു പ്രചരണ ഗാനം വന്നത്. അഴിമതിക്ക് പേര് കേട്ട കേന്ദ്ര ഭരണ തന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക് കൂട്ടരെ എന്ന് BJP പ്രസിഡന്റിന്റെ പദയാത്രയ്ക്ക് കൂടെ ഗാനമായിട്ട് BJPയുടെ ഒഫീഷ്യൽ പേജിൽ വരികയാണ്. അബദ്ധം പറ്റിയിട്ടായാലും യഥാർത്ഥ കാര്യം പറഞ്ഞു എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ഇത് കേരളത്തിന്റെ ഒരു പൊതുവികാരം പ്രതിഫലിക്കുന്നതാണെന്നൊക്കെയാണ് നിങ്ങളുടെ എതിർ രാഷ്ട്രീയ കക്ഷികൾ പറയുന്നത്. കേരളത്തിൽ BJPയെ സംബന്ധിച്ച് ക്യാഷ് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യം എന്ന് പറഞ്ഞാൽ മികച്ച നിലയിൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ സത്യത്തിൽ? ഞാൻ അഭിലാഷ് ഉന്നയിച്ച കാര്യത്തിന് ഉത്തരം പറയാട്ടോ. ഈ ചർച്ച വളരെ സൂക്ഷ്മതയോടെ പരീക്ഷിക്കുന്ന കാണികൾക്ക് അല്ലെങ്കിൽ ഈ ന്യൂസ് വാച്ചേഴ്സിന് ഒരു കാര്യം, 2-3 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയാം. ഇവർ 3 പേരും, അതേപോലെ ഈ അരുണായാലും അബിൻ വർക്കിയായാലും ശ്രീ ഷാഫി ചാലിയമായാലും 3 പേരും പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ. ഒന്ന്, അരുൺകുമാർ എന്താ പറഞ്ഞേ? സഹകരണ ഫെഡറലിസം തകർക്കുന്നു. സഹകരണ ബാങ്ക് തന്നെ കൊള്ളയടിച്ച ഒരു പാർട്ടിയുടെ ആളാണിരുന്ന് ഇത്തരത്തിൽ പറയുന്നത്. എനിക്ക് അതിൽ കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ അവരുടെ താല്പര്യമാണ്, കഴിവാണ്, ചെയ്യട്ടെ. അതിന് ജനങ്ങൾ തീർച്ചയായിട്ടും ഉത്തരം നൽകുന്നുണ്ട്. 2, അദ്ദേഹം പറഞ്ഞത് അടുത്ത കാര്യം, പുൽവാമ വെച്ചുകൊണ്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ വോട്ട് നേടി, ഇത്തവണ അതാ ശ്രീരാമക്ഷേത്രം, CAA തുടങ്ങിയ കാര്യങ്ങളിലേക്ക് BJP ശ്രദ്ധ മാറ്റുന്നു. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഞങ്ങൾ ശ്രദ്ധ മാറ്റിയാൽ നിങ്ങൾക്ക് ജനാധിപത്യപരമായി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാനും ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് കഴിവില്ല എന്നാണോ നിങ്ങൾ തന്നെ പറയുന്നത്? അരുൺ പറയുന്നത്, അരുണിൻ്റെ കേന്ദ്ര നേതാക്കൾക്ക് ജനങ്ങളുടെ പിന്തുണയില്ല, നേതാക്കൾ പറഞ്ഞാൽ പത്രങ്ങളോ ദൃശ്യമാധ്യമങ്ങളോ കേൾക്കില്ല, നിങ്ങൾക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കുവാനോ ജനങ്ങളുടെ മുന്നിൽ ചർച്ച നടത്തുവാനോ കഴിവുള്ള നേതാക്കളില്ല എന്നല്ലേ മറ്റൊരു തരത്തിൽ പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ജനങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾക്ക് ജനപിന്തുണയില്ല. ഇതാണല്ലോ രണ്ടാമത്തെ ഒരു ഉത്തരം അതിനുള്ളത്. അദ്ദേഹം തന്നെ അത് സമ്മതിക്കുന്നു, ഞങ്ങൾക്ക് കഴിവില്ല, അത് കാരണം അവർ രാമക്ഷേത്രമൊന്നും മേടിക്കുന്നു അദ്ദേഹം സമ്മതിച്ചു. സന്തോഷം. അപ്പോൾ സ്വന്തം കഴിവില്ലായ്മ പറഞ്ഞതാണ് ഞാൻ അദ്ദേഹത്തെ, കാരണം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സത്യം പറയും. 2, അബിൻ പറഞ്ഞതാണ് അതിലും വിചിത്രം, ഞങ്ങളുടെ നേതാക്കളെ മാത്രമാണ് സസ്പെൻഡ് ചെയ്യുന്നതെന്ന്. അത് ഇവിടെയുള്ളൂ, ഇവിടെ നിന്നല്ലേ ജയിച്ചു പോയിട്ടുള്ളൂ, പിന്നെ ഇവിടെ നിന്നല്ലാണ്ട് വേറെ എവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പറ്റും? കീഴുള്ള 44-90% നിങ്ങളുടെ കേരളത്തിൽ നിന്ന് ജയിച്ച MP-മാരാണ്. പ്രതാപനെയൊക്കെ സസ്പെൻഡ് ചെയ്ത് എന്തിനാണെന്ന് ഞാൻ പറയണ്ട, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ ഡിസ്മിസ് ചെയ്യണമായിരുന്നു. അങ്ങനത്തെ പ്രസംഗങ്ങളാണ് ചെയ്യുന്നത്. ബ്രിട്ടാസ് വരെ ചിരിച്ചുപോയി ആ പ്രസംഗം കേട്ടിട്ട് ന്യൂസ് ചാനലിരുന്നുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഒരു എബിൻ പറഞ്ഞാണ്, ഈ ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഭരണം കിട്ടില്ല എന്ന് പറയാൻ കാരണം, വലിയ സംസ്ഥാനങ്ങളിൽ മുഴുവൻ BJPക്ക് വേണ്ടത്ര കിട്ടിക്കഴിഞ്ഞു, ഇനി അവിടെ നിന്ന് കൂടുതലൊന്നും കിട്ടില്ല. അബിൻ്റെ വാദമുഖം അതായിരുന്നല്ലോ. അപ്പോൾ അബിൻ തന്നെ പറയുന്നത് അവിടെ കുറയില്ല എന്ന്, കൂടുതൽ കിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുള്ളൂ. UP-യിലായാലും രാജസ്ഥാനിലായാലും മധ്യപ്രദേശിലായാലും ഛത്തീസ്ഗഡിലായാലും BJPക്ക് ഇനി ഒരൊറ്റ സീറ്റ് കൂടുതൽ കിട്ടില്ല എന്ന് അദ്ദേഹം ശപിച്ച പോലെ പറയുമ്പോഴും കുറയുന്ന അദ്ദേഹത്തിന് പോലും വിശ്വാസമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭരണം ഈ 370 കിട്ടുമോ 340 കിട്ടുമോ 355 കിട്ടുമോ എന്നൊക്കെ ചർച്ചയുള്ളൂ. അതിൽ 370 കുറയില്ല, എന്തായാലും ഭരണം കിട്ടില്ല സംസ്ഥാനത്തെ. ഈ പറയുന്ന ഇവിടെ 4 ജയിച്ചാലും. അതിന് അരുൺകുമാറും മറ്റൊരു കാര്യം പറഞ്ഞു, 2019 ഇവിടെ പ്രധാനമന്ത്രിയായി വന്നിരുന്ന ആള് വയനാട്ടിൽ മത്സരിച്ചപ്പോൾ ഞങ്ങളുടെ വോട്ട് പോയി. ഇത്തവണ അങ്ങനെയല്ല, അതായത് ഇത്തവണ എന്ത് മത്സരിച്ചാലും അയാൾ പ്രധാനമന്ത്രിയാകാൻ പോണില്ല എന്ന് അത് ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവ് പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് BJPക്ക് കേന്ദ്രഭരണം ഉറപ്പാണ്, ഇവിടെ കിടന്ന് ഈ പറയുന്ന തമ്മിത്തല്ല് തല്ലേയുള്ളൂ. അതിന് ഷാഫി ചാലിയൻ കൃത്യമായിട്ട് പറയുകയും ചെയ്തു, ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് തമിഴ്നാട്ടിലൊക്കെ ജയിച്ചതെന്ന്. അപ്പോൾ ഇവരുടെ തന്നെ ചർച്ച മനസ്സിലാക്കാം, ഈ കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് യാതൊരു പ്രതീക്ഷയില്ല, ഇവിടെ കിടന്ന് തമ്മിത്തല്ല് മാത്രമാണ് എന്ന് മനസ്സിലാക്കാം. ഇതിൽ CPM നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ CPM പറയുകയാണ് ഇടതുപക്ഷം ഇല്ലാത്ത ഇന്ത്യ. നിങ്ങൾ ഇവിടുന്ന് ഹോൾസെയിൽ നടത്താനല്ലേ കൊണ്ടുപോകണേ? നിങ്ങൾക്ക് ഇവിടെ മുഖ്യമന്ത്രിയെ കിട്ടും. അവിടെ ACCയുടെ ഓഫീസ് തുറക്കുന്നതും അടയ്ക്കുന്നതും ആരാണെന്ന് നമുക്കറിയാം. അവിടെ ACCയുടെ ഓഫീസ് തുറക്കാനാണ് AKG സെൻറ്ററിൽ നിന്ന് കീയും കൊണ്ടുപോകുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള തമ്മിത്തല്ലുണ്ടെങ്കിൽ പോലും ഈ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഒരു രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ നിങ്ങളുടെ നേതാക്കൾ രാജ്യം മുഴുവൻ ഓടി നടക്കുകയും അവിടെയെല്ലാം ഈ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്നിട്ട് ഇവിടെ കിടന്ന് ഈ ഹോൾസെയിൽ നിങ്ങൾ ഇവിടെ നീ 20 പേരെ ജയിപ്പിച്ചു എന്ന് വിചാരിക്കും, നിങ്ങൾ അവിടെ പോയിട്ട് ആർക്കാ വോട്ട് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ നിങ്ങൾ ഹോൾസെയിൽ കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അതിൽ നിന്ന് എത്ര രൂപ കിട്ടും?
നിങ്ങൾ ഒരു പക്ഷേ ഭരണത്തിൽ കൂടില്ലായിരിക്കാം, എത്ര രൂപ കിട്ടുന്നല്ലേ ആലോചിക്കണേ. എന്നിട്ട് ഇവിടെ കിടന്ന് ജനങ്ങളെ പറ്റിക്കുകയാണ്. ജനങ്ങളെ എത്ര തവണ നിങ്ങൾക്ക് പറ്റിക്കാൻ സാധിക്കും? ഒരു സംശയവുമില്ല. ഞാൻ ഈ അഭിലാഷ് ചോദിച്ച ഉത്തരത്തിനോട് പറയാം, ഒരു വലിയ പൊളിറ്റിക്കൽ ചോദ്യമായിട്ടാണല്ലോ ഞങ്ങൾക്കൊരു തെറ്റുപറ്റിയെന്ന് പറയണേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത് ഉന്നയിക്കുമ്പോൾ ഈ അരുണായാലും അഭിനയാലും എന്തൊക്കെ, ഞങ്ങൾക്കെതിരെ രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഉപയോഗിക്കുവാനുള്ള രാഷ്ട്രീയ പ്രചരണ ആയുധങ്ങളില്ല. ഞങ്ങളുടെ ഒരു IT സെല്ല് പ്രവർത്തകർ പറ്റിയ തെറ്റോ അതല്ലെങ്കിൽ അത് മീഡിയയിൽ കാണിച്ച തെറ്റോ വെച്ചുകൊണ്ട് നിങ്ങളതിനെ ആയുധമാക്കി എടുക്കുമെന്ന് വെച്ചാൽ നിങ്ങളുടെ കഴിവുകൾ തന്നെയല്ലേ. രാഷ്ട്രീയമായി ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കുവാൻ നിങ്ങൾക്ക് അഴിമതിയുടെ ആയുധമില്ല. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആരോപണങ്ങൾ പോലുമില്ല. നിങ്ങൾക്ക് അതിനുള്ള ഇത്രയും 10 വർഷം പ്രവർത്തിച്ചിട്ടും നിങ്ങൾക്ക് അത്തരത്തിലൊന്നും കിട്ടാത്ത കാരണം ഈ ചെറിയ തെറ്റായ ഒരു ആരോപണം വെച്ചുകൊണ്ട് നിങ്ങൾ സായുജ്യമടയുകയാണ്. നിങ്ങൾക്ക് സ്വസ്ഥം കിട്ടുമെങ്കിൽ വളരെ സന്തോഷം, നിങ്ങളത് പ്രയോഗിക്കുക. നിങ്ങൾക്ക് കൂടുതൽ സീറ്റ് കുറയാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. CPM ആദ്യമായിട്ട് ഞങ്ങളിതാ കുറെ സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന് പറഞ്ഞാൽ, ഇത് അഭിലാഷ് ഞാൻ ഇതുകൂടെ പറഞ്ഞു നിർത്താം. ഇത് എപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ഒരു രീതിയാണ്. അതിനെ മാധ്യമങ്ങൾ വളരെ ഉയർത്തിക്കാട്ടുകയും ചെയ്യും. ഞങ്ങൾ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ഞങ്ങൾക്ക് മുൻകൈ കിട്ടി. ഇതെല്ലാം കഴിഞ്ഞാണോ പറഞ്ഞാണ്. നമുക്ക് ഈ MBA പഠിക്കുമ്പോൾ ഒരു രീതിയുണ്ട്, എവരി സ്ട്രെങ്ത് ഈസ് എ വീക്ക്നെസ് ആൻഡ് എവരി വീക്ക്നെസ് ഈസ് എ സ്ട്രെങ്ത് എന്ന് നമ്മൾ SWOT അനാലിസിസ് ചെയ്യുമ്പോൾ പഠിക്കാറുണ്ട്. MBA പഠിക്കാൻ അറിയാം. നിങ്ങൾ ഈ CPM അല്ലെങ്കിൽ LDF ഗുണമെന്ന് വെച്ചാൽ ദേ ആർ ടു സ്മോൾ, ദേ ക്യാൻ ഡിസൈഡ് ഇൻ കേരള. അപ്പോൾ അതുകൊണ്ട് ആദ്യം അവർക്ക് ഇവിടെ നിശ്ചയിക്കാൻ പ്രഖ്യാപിക്കാം. കോൺഗ്രസിനോ BJPക്കോ അത് പറ്റില്ല. നാഷണലി വി ഹാവ് ടു ഡിസൈഡ്. അത് ദേശീയ പാർട്ടിയാണ്. അത്തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മുമ്പിൽ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് മുഴുവൻ സ്ഥാനാർത്ഥികളും ജയിക്കണം എന്നില്ല. കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പിലും ഇവർ മുന്നിൽ പ്രഖ്യാപിച്ചിരുന്നു. എല്ലാവരും തോറ്റ ചരിത്രവുമുണ്ട്. അതുകൊണ്ട് ഇത് മാത്രമാണ് നേട്ടം എന്നുള്ളതില്ല. ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഈ കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ, ഈ കേരളത്തിൻ്റെ എല്ലാ രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പിലുള്ള എല്ലാ കുഴപ്പങ്ങളും ഈ LDFനെ ബാധിക്കുന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ശരി, അരുൺകുമാർ, സ്ഥാനാർത്ഥിയാണോ രാഷ്ട്രീയമാണോ പ്രധാനം? ഇത്തവണ സ്ഥാനാർത്ഥികളാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ സാഹചര്യവുമാണോ നിങ്ങളെ ജയിപ്പിക്കുക, നിങ്ങൾ ജയിക്കുന്നുണ്ടെങ്കിൽ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും അതുപോലെ തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന മികച്ച സ്ഥാനാർത്ഥികളും ജനങ്ങൾ അംഗീകരിക്കും, ആശീർവദിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ ചോദ്യത്തിലേക്ക് വരട്ടെ. ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ശ്രീ ഷാഫി ചാലിയും ചർച്ചയിൽ പങ്കെടുത്തു. 2 ഘട്ടത്തിൽ അദ്ദേഹം ഈ ചർച്ചയിൽ സംസാരിച്ചു. ഒരു വാക്ക് കേന്ദ്ര ഭരണത്തിനെതിരെയോ കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറിനെതിരെയോ BJPക്കെതിരെയോ അദ്ദേഹം ഉപയോഗിച്ചില്ല. അദ്ദേഹം CPMനെ ആക്രമിക്കുന്നു, അതുപോലെ പ്രൊഫസർ KV തോമസിനെ ആക്രമിച്ചു. അതായത് ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണല്ലോ, ദേശീയ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി മാറുമെന്ന് പോലും ലീഗിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന പ്രതിനിധി പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് സുപ്രീം കോടതിയിൽ പോയ നിയമ പോരാട്ടത്തെ കുറ്റം പറയുന്നു, ഡൽഹിയിൽ നടന്ന സമരത്തെ കുറ്റം പറയുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സുപ്രീം കോടതിയിൽ പോയി നമ്മൾ നിയമ പോരാട്ടം നടത്തിയപ്പോഴല്ലേ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ആ രീതിക്ക് ഒരു അറുതി വന്നത്? തീ കൊണ്ട് തലചൊറിയരുതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയേക്കാൾ അപ്പുറത്തല്ല ഗവർണർമാർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നപ്പോഴല്ലേ ബില്ലുകൾക്ക് മേൽ അടയിരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഈ ബില്ല് ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടായത്? അവസാനം സുപ്രീം കോടതി എന്താ പറഞ്ഞേ? ഈ കേസ് ഇൻഫ്രക്ചസ് ആയെങ്കിലും നിങ്ങൾ ഇത് അമെൻഡ് ചെയ്യൂ. സമാനമായിട്ടുള്ള സാഹചര്യം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇനി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ അമെൻഡ് ചെയ്ത് ഫയൽ ചെയ്യാൻ പോകുന്ന SLP വീണ്ടും പരിശോധിക്കാമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഇതൊന്നും കേട്ടില്ലേ? ഇത് കേരള ഗവൺമെന്റ് ഇത്തരത്തിലൊരു ധൈര്യം കാണിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? സാമ്പത്തിക ഫെഡറലിസത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ BJP പ്രതിനിധിയും കുറ്റം പറഞ്ഞു. റിപ്പറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്? ഇവിടെ പോയി പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്തു തീർക്ക് എന്ന് പറഞ്ഞു. കേന്ദ്രവും കേരള ഗവൺമെന്റും കൂടി ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ചർച്ച ചെയ്യാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താ? ആ SLP പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്നും ഈ രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് തുടരുന്നതെന്നും അടുത്ത കാലത്തായി പല സംസ്ഥാനങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തി തെറ്റാണെന്നും സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടില്ലേ? അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അത് തള്ളിക്കളയുമായിരുന്നല്ലോ. എന്നിട്ട് ലീഗിന്റെ പ്രതിനിധിക്കും കോൺഗ്രസിന്റെ പ്രതിനിധിക്കും ഈ യാഥാർത്ഥ്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ കഴിയുന്നില്ല. ഇവിടെ കർണാടക സമരം നടത്തിയില്ലേ? കേരളം നടത്തുന്ന സമരം പൂർണ്ണമായി ശരിയാണെന്ന് കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും പറഞ്ഞില്ലേ? 14ഓളം ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ ഡൽഹിയിൽ അണിനിരത്തിയില്ലേ? ആ അണിനിരത്തുന്നതിന് നേതൃത്വം കൊടുത്തത് പ്രൊഫസർ KV തോമസ് അല്ലേ? സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ കേരളത്തിന്റെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കേരളത്തിന്റെ ഒരു പ്രതീതി എന്ന രൂപത്തിൽ അദ്ദേഹം വിജയകരമായിട്ട് പ്രവർത്തിച്ചില്ലേ? അപ്പൊ ഒരു വ്യക്തിയെ, നിങ്ങൾക്ക് വിരോധമുള്ള വ്യക്തിയെ, CPM സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി നിങ്ങൾ പുറത്താക്കിയ വ്യക്തിയെ ദുരുപയോഗം ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ ഈ രാജ്യം ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടുകയാണ്. ഈ
ചർച്ച കേൾക്കുന്നവർ കേൾക്കണം. ഒരു വാക്ക് പോലും BJP-ക്കെതിരെ ഉന്നയിക്കാൻ ധൈര്യമില്ലാത്തവരായി ലീഗിന്റെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും അതമ്പതിക്കുന്നത് നാം കാണുകയാണ്. പിന്നെ BJP-യുടെ പ്രതിനിധി പറയുകയാണ്, അങ്ങ് നേതാക്കന്മാരെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് അവിടെ പോയി വിൽക്കാനല്ലേ, മറ്റതല്ലേ, ബാർഗൻ ചെയ്യാനല്ലെന്ന്. ഞങ്ങൾ പാർലമെന്റിൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞില്ലേ, ഇവിടെ ബാബറി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം പണിതെടുത്ത് അവിടെ സ്ഥാപിക്കപ്പെട്ട രാമൻ അത് മഹാത്മാഗാന്ധിയുടെ രാമനല്ല, ഈ രാജ്യം ആവശ്യപ്പെടുന്ന രാമനല്ലെന്ന് ഏറ്റവും ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞത് നമുക്കറിയാം ജോൺ ബ്രിട്ടാസ് ആണ്. പാർലമെന്റിൽ ഏത് ചർച്ചയും സംവാദം നടക്കുമ്പോഴും തീ തുപ്പുന്ന വാക്കുകളിലൂടെ ഈ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നത് CPM-ന്റെ പ്രതിനിധികളാണ്, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളാണ്. ഞങ്ങൾ എണ്ണം കുറവാണ്, പക്ഷെ കാര്യരുമ്പിന്റെ കരുത്താണ്. അതുപോലെ കനൽ അധികം വേണ്ട എന്നും അതൊരു തരി മതി എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഏത് വിഷയങ്ങളിലും കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത് CPM-ന്റെ പ്രതിനിധിയാണ്. എണ്ണം കുറവാണെങ്കിലും ഞങ്ങൾ ചോദിച്ച ചോദ്യം, ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ നിങ്ങൾ ഗൗരവത്തോടെ എടുത്തു നോക്കൂ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ, ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഏറ്റവും സജീവമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും. എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സ്വാധീനമില്ല, പക്ഷേ ഈ രാജ്യത്ത് കഴിഞ്ഞ 6-7 വർഷമായി ഉയർന്നു വന്ന, കൃത്യമായി പറഞ്ഞാൽ 9.5 വർഷമായി ഉയർന്നു വന്ന കർഷകരുടെ സമരം, വിദ്യാർത്ഥികളുടെ സമരം, തൊഴിലാളികളുടെ സമരം, ജീവനക്കാരുടെ സമരം, സ്ത്രീകളുടെ സമരം ഒന്നെടുത്ത് നോക്ക്. ഇപ്പൊ ഇലക്ട്രിക്കൽ ബോണ്ട് 1 രൂപ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ നിയമ പോരാട്ടം നടത്തി. BJP മേടിച്ചില്ലേ 6557 കോടി രൂപ, കോൺഗ്രസ് മേടിച്ചില്ലേ 1535 കോടി രൂപ. ആ രൂപ പോക്കറ്റിലിട്ട് നിങ്ങൾ നടന്നു. 1 രൂപ മേടിക്കാതെ ഞങ്ങൾ നിയമ പോരാട്ടം നടത്തി. ബിൽക്കിസ് ബാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികളെ ജയിൽ മോചിതനാക്കിയപ്പോ ആരാ നിയമ പോരാട്ടം നടത്തിയേ? സുഭാഷിണി അലി CPM-ന്റെ PB മെമ്പറാണ്. ഞങ്ങൾ നിയമ പോരാട്ടം നടത്തി. കാശ്മീരിനെ കീറി മുറിച്ചപ്പോൾ ആരാണ് നിയമ പോരാട്ടം നടത്തിയേ? അവിടെ യൂസഫ് തരിഗാമി എന്ന് പറയുന്ന CPM-ന്റെ MLA വീട്ടു തടങ്കലിട്ടപ്പോ ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്ത് പോരാട്ടം നടത്തിയ ഞങ്ങളാണ്. ഏറ്റവും ആദ്യം ഹേബിയസ് കോർപ്പസിൽ പ്രൊഡ്യൂസ് ദ ബോഡി എന്നതിന് പകരം നിങ്ങൾ ഹർജിക്കാരൻ പോയി കാശ്മീരിൽ പോയി യൂസഫ് തരിഗാമിയെ കണ്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അത്തരത്തിൽ നിയമ പോരാട്ടം നടത്തേണ്ടടുത്ത് അങ്ങനെ, സംഘടനാപരമായും രാഷ്ട്രീയപരമായും പോരാട്ടം നടത്തേണ്ടടുത്ത് അങ്ങനെ, ജനങ്ങളുടെ മുന്നിൽ കാര്യം വിശദീകരിക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന് ഈ രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് മുൻകാലങ്ങളിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത വന്ന വർഷങ്ങളുണ്ട്. അതിനെല്ലാം വ്യത്യസ്തമായി ഏറ്റവും ഇന്ത്യയുടെ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദം ആഞ്ഞടിക്കുന്ന തരത്തിൽ മെച്ചപ്പെട്ട വിജയം ഞങ്ങൾക്ക് കിട്ടും, അതിൽ സംശയമില്ല. ശരി, ശ്രീ അബിൻ വർക്കി, ഇപ്പൊ കഴിഞ്ഞ തവണത്തെ 2019 ഒരു രാഷ്ട്രീയ സാഹചര്യം, ഇത് അവസാനത്തെ ബസ്സാണ്. ഇപ്പോ ഒരു കോൺഗ്രസ് സർക്കാർ വരണം, ഇല്ലെങ്കിൽ രാജ്യത്ത് ഫാസിസം വരും. കോൺഗ്രസിന്റെ പ്രതിനിധികൾ പരമാവധി ജയിച്ചു പോയാലേ കോൺഗ്രസിന്റെ സർക്കാർ കേന്ദ്രത്തിൽ വരൂ. ഈ തരത്തിലൊക്കെയുള്ള ചർച്ചകൾ വളരെ സജീവമായി നടന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള വോട്ട് കേന്ദ്രീകരണം UDF അനുകൂലമായി ഉണ്ടായി. അതാണ് LDF-ന്റെ വലിയ തോൽവിക്ക് വഴിവെച്ചതും. ഈ തവണ സമാനമായ ഒരു സാഹചര്യം ഉണ്ടോ? ഇത്തവണ ഇപ്പോൾ LDF മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾക്കാണ് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ രാജ്യത്ത് സംസാരിക്കാൻ, പാർലമെന്റിനകത്ത് സംസാരിക്കാൻ കഴിയുക, BJP അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടത്തെ അക്കൗണ്ടബിൾ ആക്കാൻ കഴിയുക എന്ന് അവർക്ക് വാദിക്കാൻ കഴിയും. പിന്നെ എല്ലാവരും ഒരു മുന്നണിയാണ്, ആരാണ് ജയിക്കുക എന്നൊന്നും നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും കഴിഞ്ഞ തവണ ഈ 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ജയിച്ചതോടുകൂടി ഒരു കോൺഗ്രസ് സർക്കാർ വരും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പ്രതീതി ഇല്ല എന്ന ഘട്ടത്തിലാണ് നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. പക്ഷേ 2 ഘട്ടമായി അതിന് ഉത്തരം പറയാം. ആദ്യം BJP-യുടെ പ്രതിനിധി അദ്ദേഹം ശ്രീ TN പ്രതാപനെയൊക്കെ ഇവിടെ അധിക്ഷേപിക്കുന്നുണ്ടോ, അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അകത്ത് എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ശ്രീ PR ശിവശങ്കർ കേരളത്തിൽ മലയാളം പറയുന്ന ഒരു BJP നേതാവിനും വോട്ട് പിടിച്ച് O രാജഗോപാലിനെ ഒഴിച്ച് ഒരു നിയമസഭയിലോ പാർലമെൻറ്റിലോ പോകാൻ പറ്റാത്ത സാഹചര്യത്തിലും 15 കൊല്ലം MLA ആയിട്ടും 5 കൊല്ലം MP ആയിട്ടും ഇനിയും തുടർന്ന് MP ആയിട്ട് പോകാൻ പോകുന്ന ആളുടെ പേരാണ് TN പ്രതാപൻ. പിന്നെ ഈ മണ്ടത്തരത്തിൻ്റെ ഡോക്ടറേറ്റ് എടുത്ത ആൾ, അതായത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്നും, ഇവിടെ റഡാറുകൾക്ക് ഫൈറ്റർ വിമാനങ്ങളെ പിടിക്കാൻ പറ്റില്ല കാരണം മേഘങ്ങളുള്ള സമയത്ത് യുദ്ധം ചെയ്താൽ മതിയെന്നും, അതുപോലെ ക്ലൈമറ്റ്, അതായത് അന്തരീക്ഷം ക്ലൈമറ്റ് ചേഞ്ച് നടന്നിട്ടില്ല, നമ്മളാണ് മാറിയത് എന്ന് പറഞ്ഞാൽ ഈ വലിയ യോഗ്യയായ അല്ലെങ്കിൽ സ്വന്തം സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്തു കാണിക്കാൻ പറഞ്ഞപ്പോൾ അത് വളരെ രഹസ്യമായ വിവരമാണ്, പുറത്ത് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇരിക്കുന്ന പാർലമെൻറ്റിനെ കുറിച്ചാണ് താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് സ്വയം ഓർത്ത് വെച്ചാൽ നല്ലതാണ്. പിന്നെ
സ്വന്തമായി സംസ്ഥാന പ്രസിഡന്റ് ഒരു പദയാത്ര നടത്തിയിട്ട് ആ പദയാത്രയ്ക്ക് ഒരു പാട്ട് സ്വന്തമായി എഴുതാൻ പറ്റില്ല, നേരമാട്ടിൽ എഴുതാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങളെയൊക്കെ ആര് വിശ്വസിച്ച് വോട്ട് ചെയ്യുമെന്നാണ് നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കണേ? കേന്ദ്ര സർക്കാർ ജനവിരുദ്ധ സർക്കാരും അഴിമതി സർക്കാരുമാണ്, തച്ചുടയ്ക്കണമെന്ന് പറഞ്ഞ് സ്വന്തം സംസ്ഥാന പ്രസിഡന്റ് ഒരു പദയാത്ര നടത്തി നാട് നിങ്ങളെ അത് പ്രചരിപ്പിച്ചിട്ട് ആ നിങ്ങളെ തന്നെ ഇനി വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ആരോടാ പറയുന്നത്? കേരളത്തിലെ ജനങ്ങൾ തന്നെ മണ്ടന്മാരാണോ? പിന്നെ കേന്ദ്ര സർക്കാരിനെ കുറിച്ചൊക്കെ ഇപ്പോൾ അദ്ദേഹം ആരോപണങ്ങളില്ല, ആരോപണങ്ങളുടെ പെരുമഴയാണ് സാർ. ഇപ്പോൾ കൽക്കരിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ CAG റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്നാണ് CAG റിപ്പോർട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്നത്. അതിനു മുമ്പേ ഉണ്ടായ ആരോപണങ്ങളൊക്കെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുന്നിൽ ഇപ്പോഴും നിലവിലുണ്ട്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇവിടെ നടന്ന ഓരോ ചർച്ചകളെ കുറിച്ചും നമ്മൾക്കറിയാം. 5240 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ മുമ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും കേന്ദ്രത്തിലെ ചില മീഡിയയുടെ കൂട്ടുപിടിച്ച്, ഗോദി മീഡിയയുടെ കൂട്ടുപിടിച്ച് ഇതൊക്കെ മൂടി വെക്കപ്പെടാൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചൊക്കെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ പൂർണ്ണമായും ബോധവാന്മാരാണ്. ഇനി പറയാനുള്ളത് ഇടതുപക്ഷത്തെ പ്രതിനിധിയോടാണ്. ഞാൻ പിന്നെ ആദ്യം സീറ്റുകളുടെ കാര്യം പറഞ്ഞപ്പോൾ താങ്കൾ അതിശയിക്കുകയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. 272 സീറ്റാണ് കേവല ഭൂരിപക്ഷം. താങ്കൾക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് താങ്കൾ 370, 340 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 272 കേവല ഭൂരിപക്ഷം കവർ ചെയ്യാൻ ഈ പ്രാവശ്യം BJPക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത് 100 സീറ്റ് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കലായി തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഗെയിൻ ചെയ്ത സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ സീറ്റുകളുടെ എണ്ണം കുറയും. അത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ സീറ്റുകൾ ഗണ്യമായി കുറയും. അതുമാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് വലിയ ഗെയിൻ ഉണ്ടായ കർണാടകയിലും മഹാരാഷ്ട്രയിലും തെലുങ്കാനയിലും ഞങ്ങൾ സ്വീപ്പ് ചെയ്യും. ആ സ്വീപ്പ് ചെയ്യുന്നതിലൂടെ ആ 3 സംസ്ഥാനം വച്ചും മാത്രം ഞങ്ങൾ നിങ്ങളുടെ കേവല ഭൂരിപക്ഷം അടിച്ചു കളയും എന്നാണ് പറഞ്ഞത്. കണക്കാണ് പറഞ്ഞത്. ആ കണക്ക് താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എൻ്റെ കുറ്റം കൊണ്ടല്ല. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ വശം, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ എന്തെല്ലാമൊക്കെ പറയുന്നു. പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി, താങ്കളൊക്കെ ഇവിടെ ഈ ചാനലിൽ വന്നിരുന്ന് പറയുന്നതല്ലാതെ ഇതൊക്കെ ഡൽഹിയിലും ഇന്ത്യയുടെ പല ഭാഗത്തും മണിപ്പൂർ തൊട്ട് അല്ലെങ്കിൽ അങ്ങ് കാശ്മീർ തൊട്ട് കന്യാകുമാരി പറഞ്ഞ് വരെ ഈ കാര്യങ്ങൾ ശക്തിയുക്തം ഉറക്കെ പറഞ്ഞ ഒരേ ഒരു നേതാവുള്ളൂ. ആ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്ന. ആ നേതാവിന്റെ വാക്കുകളാണ് ഇന്ത്യയുടെ പ്രതിരോധത്തിന്റെ ശബ്ദമായിട്ട്, പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി നിങ്ങൾ പോലും ഉയർത്തി കാണിച്ചത്. ഈ കേരളം വിട്ടാൽ CPMകാരൊക്കെ രാഹുൽ ഗാന്ധി യാത്ര നടത്തുമ്പോൾ ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കീ ജയ് എന്ന് വിളിക്കുന്നവരാണ്. ആ നിങ്ങൾ ഇവിടെ പിണറായി വിജയനും മോഡിയുമായിട്ടുള്ള ബന്ധം വെച്ച്, അവർ തമ്മിലുള്ള ഒരു അവിഹിത ബന്ധം വെച്ച് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ വരുമ്പോൾ പിന്നെ നിങ്ങളോടൊക്കെ സഹതാപമല്ലാതെ മറ്റെന്ത് തോന്നുവാനാണ്? ഇല്ലെങ്കിൽ അഭിലാഷേ, 2020 തൊട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ED അന്വേഷണം ഉണ്ടായിട്ട് ഈ BJP വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു അവസരത്തിൽ, അഭിലാഷ് ഇത് കുറിച്ചെഴുതി വെക്ക്, BJP വന്നതിന് ശേഷം ഏതെങ്കിലും ഒരവസരത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ED അന്വേഷണം ഉണ്ടായിട്ട് ആ മുഖ്യമന്ത്രി ഒന്ന് ചോദ്യം ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഒരൊറ്റ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാതിരുന്നിട്ടുള്ളൂ. ആ മുഖ്യമന്ത്രിയുടെ പേര് സംഘപരിവാറിന്റെ ആശ്രിത വത്സരനായ പിണറായി വിജയൻ എന്നാണ്. ഇപ്പോൾ ഈ പിണറായി വിജയൻ ഡൽഹിയിൽ കുറെ സമരം നടത്തിയല്ലോ. അഭിലാഷേ, ഇയാൾ ഇവിടെ വന്ന് ഈ നമ്മുടെ TP ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ചിട്ടുണ്ട്, പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചിട്ടുണ്ട്, മാതൃഭൂമിയുടെ പത്രാധിപരെ എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട്, ആ കേരള ഹൗസിലെ ജീവനക്കാരനെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഈ നരേന്ദ്രമോദിയെ വാക്കെടുത്ത് പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച ഒരൊറ്റ സെന്റൻസ് കാണിച്ചു തരാമോ അഭിലാഷേ? ഇവരൊക്കെ ഡൽഹിയിൽ പോയി വലിയ സമരം ചെയ്തു. കനൽ ഒരു തരി മതി, ജയിപ്പിച്ചു വിട്ടല്ലോ. ആ കനല് പാർലമെന്റ് ഞാൻ ശ്രീ അരുൺകുമാർ, താങ്കൾ ഈ ചർച്ചയിൽ ഓരോ ആളുകൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കരുത്. താങ്കളുടെ അവസരത്തിൽ ഞങ്ങൾ ആരും മിണ്ടുന്നില്ല. അതൊരു പൊതു മാന്യതയാണ്. ആ മാന്യത പുലർത്താൻ താങ്കൾ തയ്യാറാകണം. ഇല്ലെങ്കിൽ താങ്കൾ സംസാരിക്കുന്നതിനിടയിൽ നിരവധി തവണ ഇന്ററപ്റ്റ് ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്കുമുണ്ട്. പക്ഷെ അത് ഞങ്ങൾ കാണിക്കാത്തത് ചർച്ചയുടെ മാന്യത കൊണ്ടാണ്. താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കനൽ ഒരു തരി മതി എന്നൊക്കെ പറഞ്ഞ് വിജയിപ്പിച്ചു വിട്ട ആലപ്പുഴയിലെ പ്രതിനിധി ഉണ്ടല്ലോ, ആ ആലപ്പുഴയിലെ പ്രതിനിധി പാർലമെന്റിൽ ഈ സർക്കാരിനെതിരെ പറഞ്ഞ ഒരൊറ്റ പ്രസംഗം, ഒരു നല്ല പ്രസംഗം ഒന്ന് കാണിച്ചു തന്നെ. ആ NK പ്രേമചന്ദ്രന്റെയും ശശി തരൂരും ഹൈബി ഈഡനും ഒക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങൾ വൈറലായി ഈ രാജ്യത്തെ സോഷ്യൽ മീഡിയയിൽ ഓടുമ്പോഴാണ് താങ്കൾ കനൽ ഒരു തരി മതി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സ്വയം സായുജ്യം അണിയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, പിണറായി വിജയനും നരേന്ദ്രമോദി, ഇപ്പോൾ അദ്ദേഹം പ്രൊഫസർ എന്ന് പറയുന്ന ഫായുടെ ശബ്ദം കേട്ട് ഞാൻ പോലും ഞെട്ടിപ്പോയി. അഭിലാഷ് ഓർക്കണല്ലേ, ആരാ തിരുത തോമ എന്ന് വിളിച്ചത്? കൊച്ചി കായലിൽ തിരുത ചാടുമ്പോൾ തോമയ്ക്ക് ഉത്സവമാണെന്ന് പറഞ്ഞ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുടെ നേതാക്കന്മാർ, എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പ്രൊഫസർ എന്ന് വിളിക്കുമ്പോൾ ആ ഫായുടെ ശബ്ദം കേട്ട് ഞാൻ തന്നെ പേടിച്ചു പോവുകയാണ്. എന്നിട്ടാണ് ഇവിടെ വന്ന് ഈ ധനപ്രതിസന്ധിയുടെ അതിരൂക്ഷമായ കാലഘട്ടത്തിൽ ആ
കെ വി തോമസ് മാഷ് ഇരിക്കുന്ന ആ ഒരു കേരള ഹൗസ് ഉണ്ടല്ലോ, ആ കേരള ഹൗസിലെ ചായ ഉണ്ടാക്കിയാൽ ആ ചായ തരുന്നതിന്റെ പാലിന് കൊടുക്കാൻ കാശില്ലാത്ത സ്ഥലത്താണ് 1.5 ലക്ഷം രൂപ മാസം എടുത്ത് എണ്ണി അദ്ദേഹത്തിന് കൊടുക്കുന്നത്. എന്തിനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല സാർ. ഞാൻ ഇപ്പോൾ വരുന്നത് സപ്ലൈകോയിലെ സമരം കഴിഞ്ഞിട്ടാ. എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലൈകോ, അതായത് ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലൈകോയിൽ ഒഴിഞ്ഞ റാക്കുകൾ ഷൂട്ട് ചെയ്തിട്ടാ ഞങ്ങൾ ഇന്ന് വരുന്നത്. ആ റാക്കുകൾ ഷൂട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് CMD-യുടെ തീട്ടൂരം ഉണ്ടായിരുന്നു. ആ തീട്ടൂരം കവർ ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടാ വരുന്നത്. പഞ്ചസാരയില്ല, കടലയില്ല, പരിപ്പില്ല. കേരളത്തിലെ അവസ്ഥ അതിപരിതാപകരമാണ്. പക്ഷേ നരേന്ദ്രമോദിയും പിണറായി വിജയനും കാരണം ഇവർക്ക് നരേന്ദ്രമോദിയെ പെരിഫറലായി നിങ്ങൾ പ്രതിരോധിക്കുന്നതല്ലാതെ ഇറങ്ങി നിന്ന് പ്രതിരോധിച്ച ഒരൊറ്റ സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യയിൽ ഈ BJP-ക്കെതിരെ പ്രതിരോധം ഉയർത്തുന്നത് രാഹുൽ ഗാന്ധിയുടെയും UDF-ന്റെയും കോൺഗ്രസിന്റെയും ശബ്ദമാണ്. ആ ശബ്ദം തന്നെ ഈ പ്രാവശ്യം ഉയർന്നു കേൾക്കും. ശരി, ഓക്കെ, അതിനൊരു മറുപടി പറഞ്ഞിട്ട് ഞാൻ ലീഗിലേക്ക് പോവാം. പറയൂ ഷാരുൺകുമാർ, അങ്ങനെ നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിക്കാൻ, നേർക്കുനേർ പോരാടാൻ മടിച്ചു നിൽക്കുകയും അറച്ചു നിൽക്കുകയും ചെയ്യുകയാണോ നിങ്ങൾ? അല്ല, ഈ കുറച്ച് നാൾ പുറകിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ 9.5 വർഷമായി NDA രാജ്യം ഭരിക്കുന്നു. എത്രയോ പ്രക്ഷോഭങ്ങളാണ് ഓരോ വിഷയങ്ങളും ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് വളർന്നു വന്നത്. ഇവർക്ക് എന്നെ കണ്ണില്ലേ? നാസിക്കിൽ നിന്ന് ആരംഭിച്ച് മഹാരാഷ്ട്രയുടെ തലസ്ഥാന നഗരമായ മുംബൈയിലേക്ക് കടന്നു വന്ന ലോങ് മാർച്ച്, അവിടെ പാറിപ്പറന്നത് ചെങ്കൊടിയും അതുപോലെ തന്നെ ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഈ രാജ്യത്തെ കർഷക പ്രസ്ഥാനങ്ങളുമാണ്. അതുപോലെ തന്നെ തൊഴിലാളികൾ നടത്തിയ സമരങ്ങളും ട്രേഡ് യൂണിയന്റെ നിറവ്യത്യാസം വെച്ച് ലേബർ കോഡിനെതിരായിട്ടുള്ള സമരത്തിലുമെല്ലാം മുന്നണി പോരാളിയായി മാറിയത് ഇവിടുത്തെ CPM ആണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ എവിടെയുണ്ടെങ്കിലും അവിടെ ഓടിയെത്തുന്നത് CPM ആണ്. ദാരിദ്ര്യത്തെ മതിൽ കെട്ടി മറച്ചപ്പോഴും അതുപോലെ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരുടെ വീട് തകർത്തപ്പോഴും നിർത്ത് നിന്റെ ബുൾഡോസർ എന്ന് പറഞ്ഞ ബുൾഡോസറിന്റെ മുകളിലേക്ക് കയറി നിന്നത് വൃന്ദ കാരാട്ടാണ്. വൃന്ദ കാരാട്ട് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ബിൽക്കീസ് ബാനുവ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സുഭാഷ് നിയലി അടക്കം നടത്തിയ പോരാട്ടങ്ങൾ. ഏത് മേഖല എടുത്താലും ഇടതുപക്ഷം ഉള്ളത് കരുത്തോടെ, ചങ്കുറപ്പോടെ, കാരിരുമ്പിന്റെ കരുത്തോടെ എത്രയോ പോരാട്ടങ്ങളാണ് ഈ രാജ്യത്ത് നടത്തിയത്. ഇതൊന്നും നിങ്ങൾക്ക് കാണുന്നില്ലേ? എന്നിട്ട് പറയാണ് ഒരു വാക്ക് വേണ്ടിയിട്ടില്ലെന്ന്. ഡൽഹിയിൽ പോയി സമരം നടത്താൻ ആർജവം ഇതുവരെ കോൺഗ്രസിനുണ്ടായോ ഈ വിഷയത്തിൽ? ഞങ്ങൾ 14ഓളം പ്രതിപക്ഷ കക്ഷികളെ കൂട്ടിയോജിപ്പിച്ചു. എത്ര മുഖ്യമന്ത്രിമാർ അവിടെ വന്ന് പറഞ്ഞ് പ്രസംഗിച്ചത് മോഡി സർക്കാരിനെതിരായിട്ടല്ലേ, നരേന്ദ്രമോദിക്കെതിരായിട്ടല്ലേ? നിങ്ങൾ എന്താ ചെവിയിൽ പഞ്ഞി വെച്ചിരിക്കുകയായിരുന്നോ? നരേന്ദ്രമോദിക്കെതിരെ ഒരു വാക്ക് ഉന്നയിച്ചില്ല, സമരം നടത്തിയില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ ഓരോ വിഷയം ഉയർന്നു വരുമ്പോഴും അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിച്ചിട്ടുണ്ട്. അത് പാർലമെന്റിന് അകത്തായാലും പുറത്തായാലും. നിങ്ങൾക്ക് സാധിക്കാത്തത് മറ്റാൾക്കും സാധിക്കരുത് എന്ന് പറയുകയാണ്. ഗവർണർ നടത്തിയ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലിനെതിരെ എത്രയോ പോരാട്ടം ഞങ്ങൾ നടത്തി. ആ സമയത്തെല്ലാം നിങ്ങൾ സംഘപരിവാറിനൊപ്പം കൂട്ടുനിൽക്കുകയാണ്. BJP-ക്കെതിരെ ഒരു വാക്ക് ഉന്നയിക്കാൻ നിങ്ങൾക്ക് തയ്യാറാകുന്നില്ല. വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ശബ്ദമുണ്ട്, വാക്കുണ്ട്. വാളയാർ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്തേക്ക് നിങ്ങൾക്ക് ശബ്ദമില്ല. BJP-ക്കെതിരെ കുറ്റകരമായ മൗനം പാലിക്കുന്നത് നിങ്ങളാണ്. അത് ജനങ്ങൾ തിരിച്ചറിയും. 18 പേരെ വെറുതെ പറഞ്ഞു വിട്ട് 5 വർഷം എല്ലാ ചെലവും ചെയ്ത് നടന്നു എന്നല്ലാതെ ഈ കേരളത്തിന് ഒരു ഗുണവും കിട്ടിയിട്ടില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകും. അതിൽ യാതൊരു സംശയമില്ല. ശരി, ഞാൻ വരാം. ശ്രീ ഷാഫി ചാലിയം, നിങ്ങൾക്ക് കേരളത്തിലെ സർക്കാരിനെ വിമർശിക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ. ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേന്ദ്ര ഭരണകൂടത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്ന് ചോദിക്കുന്നു CPM പ്രതിനിധി. അതെ, അതായത് ഈ ലീഗിൻ്റെ പ്രതിനിധിയായ ഞാൻ സംഘപരിവാറിനെ വിമർശിക്കുന്നില്ല, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കില്ല. ആ പഴയ യൂട്യൂബിൽ പോയിട്ട് പിന്നെ ചർച്ചകളൊക്കെ എല്ലാം നിങ്ങൾ കണ്ടു നോക്ക്. ഇന്നൊരു വാക്ക് പറഞ്ഞില്ല. പിന്നെ പ്രേക്ഷകർ എന്നെ സത്യത്തിൽ അല്ല, ഒരു മിനിറ്റ്, ഇതിലെന്താ സബ്ജക്റ്റ് എന്താ? നിങ്ങൾ പറഞ്ഞെന്താ? നിങ്ങൾ എത്ര അത് വളച്ചൊടിച്ചാൽ ശ്രമിച്ചു. ഞാൻ പറഞ്ഞെന്താ, സുപ്രീം കോടതിയിൽ പോയത് തെറ്റാന്നല്ല പറഞ്ഞത്. സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വന്നു. പിണറായി വിജയൻ KV തോമസിനെ നിയമിക്കുക പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ പരിചയ സമ്പത്ത്, സർക്കാരും കേന്ദ്രമന്ത്രിമാരുമായുള്ള അഗാധ ബന്ധം, അത് ഈ സ്റ്റേറ്റിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് വെച്ചത്. KV തോമസ് ഈ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? എനിക്ക് നരേന്ദ്രമോദിജിയുമായി വലിയ ബന്ധമുണ്ട്, അമിത്ഷാജിയുമായി വലിയ ബന്ധമുണ്ട്. ആ ബന്ധമൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഡൽഹിയിൽ നിറവേറ്റപ്പെടുന്നില്ല എന്നൊരു ചോദ്യമാണ് ഞാൻ ഈ സ്റ്റേറ്റിലെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമായി ചോദിച്ചത്. എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുക്കാൻ KV തോമസ് നാളെ ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്ത് അവിടെ നിർത്തേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് നമ്മുടെ അറ്റോർണി ജനറലും നമ്മളെ ആളുകളും ഇല്ലേ ഇവിടെ? അപ്പോൾ അതിന് മറുപടി ഉണ്ട്. പിന്നെ കുറേ കേസ് നടത്തിയ കാര്യം പറഞ്ഞു. കത്തുവാക്കുട്ടിൻ്റെ കേസ് നടത്തിയാരാ? ലീഗാ. ജുനൈദിൻ്റെ കേസ് നടത്തുന്ന ആരാ? മുസ്ലിം ലീഗാണ്.
ആസാമിലെ പൗരത്വം നിഷേധിക്കപ്പെട്ടവരെ കേസ് നടത്തുന്നവരാ ലീഗാണ്. പിന്നെ ലീഗ് എന്ത് ചെയ്തെന്ന്? ലീഗിന്റെ 3 MP-മാരെ കുറിച്ച് നരേന്ദ്രമോദി പാർലമെന്റിൽ നടത്തിയ പ്രസംഗമുണ്ട്. എൻ്റെ ഗവൺമെന്റിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് 3 പേരാണ്. ആ 3 പേർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ MP-മാരാണെന്ന് നരേന്ദ്രമോദി പാർലമെന്റിന് അകത്ത് പറഞ്ഞ വീഡിയോ കാണണോ നിങ്ങൾക്ക്? നിങ്ങൾ ഏതെങ്കിലും MP-മാരെ കുറിച്ച് പറഞ്ഞോ? പിന്നെ മോഡിക്കെതിരെ MK പ്രേമചന്ദ്രൻ നിരാകരണ പ്രമേയം സഭയിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളെ എളമരം കരീം സംഘപരിവാർ സംഘടനയായ BMS-ന്റെ സ്റ്റേജിൽ പോയിട്ട് അവരെ അഭിനന്ദിച്ച് സംസാരിക്കുകയാണ്. മനസ്സിലാക്കണം, നിങ്ങൾ സംഘപരിവാറിനോട് ഒപ്പമാണ്. പാർലമെന്റിൽ മോഡിക്കെതിരെ നിരാകരണ പ്രമേയം കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന സമയത്ത് എളമരം കരീം എവിടെയാണ്? BMS-ന്റെ സമ്മേളനത്തിൽ പോയി പ്രസംഗിക്കാം. ഞാൻ ഒരു മിനിറ്റ്, എന്റെ ഊഴം കഴിഞ്ഞാൽ ശിവശങ്കറിലേക്കാണ് പോവുക. എനിക്ക് ശിവശങ്കറിനോട് ഒരൊറ്റ ചോദ്യം ചോദിക്കാണ്ട്, അതിൽ നിർത്തിക്കൊള്ളാം. ആ ചോദ്യത്തേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ശിവശങ്കർ, ഞാനും നിങ്ങളൊക്കെ മരിക്കുന്നതിന് മുമ്പ് ആ ലാവ്ലിൻ കേസിന്റെ വിധി വരുമോ? ഒന്ന് പറയാൻ പറ്റുമോ? ശരി, സുപ്രീം കോടതിയല്ലേ വിധി പറയേണ്ടത്, ശിവശങ്കറോ BJP-യോ അല്ലല്ലോ. ഒരു ഇടവേളയുണ്ട്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ ശിവശങ്കർ, നോക്കൂ, കേരളത്തിലെ ഒരു ഇന്ത്യ സഖ്യ അലയുടെ സീറ്റ് വിവരങ്ങൾ പുറത്തു വന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയിനായിട്ട്. അതേ ദിവസം തന്നെ ഇന്നാണ് ഉത്തർപ്രദേശിൽ 17 സീറ്റ് കോൺഗ്രസിന്, ബാക്കി സീറ്റ് SP-ക്ക് എന്നുള്ള ധാരണയായത്. അപ്പോൾ ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യം, അതുപോലെ തന്നെ ഡൽഹിയിലും ചണ്ഡീഗഡിലും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സീറ്റ് ഷെയറിംഗ് പൂർത്തിയായിരിക്കുന്നു. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് കർഷക പ്രക്ഷോഭത്തിൽ ഒരു രക്തസാക്ഷി ഉണ്ടായിരിക്കുകയാണ്. BJP-യിലേക്ക് പോകുന്നതൊക്കെ അഭിമുഖം ഉണ്ടായിരുന്ന നവ്ജോത് സിംഗ് സിദ്ധു തന്നെ അത് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരു കർഷകരെ ഇതാ കൊന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ പോകണമെന്നില്ല കേട്ടോ. അങ്ങനെ ആണെങ്കിൽ ആയിക്കോട്ടെ, കാരണം രാഷ്ട്രീയത്തിൽ മാറ്റങ്ങളൊക്കെ വരണമല്ലോ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ രാഷ്ട്രീയമായി തന്നെ നമുക്ക് നേരിടാൻ സംശയമൊന്നുമില്ല. ഞാൻ ഈ ഫാക്ട് ആൻഡ് ഫിഗർ നമുക്ക് ഈ ചർച്ചയിൽ അതാണല്ലോ കൂടുതൽ, ഞാൻ അത് മാത്രം പറഞ്ഞു. ഒന്ന്, ഈ അരുൺ പറഞ്ഞ കാര്യം, ഞങ്ങൾ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. സത്യത്തിൽ CPM-ന് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടില്ലേ മറ്റൊരു വഴിയിൽ? അത് അഭിലാഷിന് അറിയാൻ പാടില്ല എന്നിട്ടാണോ? DMK-ന്ന് 25 കോടി കിട്ടിയില്ലേ CPM-ന്? എഴുതി വെച്ചിട്ടുണ്ടല്ലോ. DMK-ക്ക് 306 കോടിയിൽ 185 കോടി ഇലക്ട്രൽ ബോണ്ട് വഴിയല്ലേ കിട്ടിയേക്കുന്നത്. പുറകെ കൂടെ മേടിച്ചാൽ കുഴപ്പമില്ല. ഒരു മിനിറ്റ് അഭിലാഷ്, ഒരു മിനിറ്റ്. അപ്പോൾ നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ല, DMK-ന് കൈപ്പറ്റി. DMK-ക്ക് കിട്ടിയ ഇലക്ട്രൽ ബോണ്ടാണ്. DMK-ന് 25 കോടി കിട്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പുറകിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ നേരിട്ട് വാങ്ങിച്ചിട്ടില്ല, ഞാൻ പുറകിൽ നിന്ന് വാങ്ങിച്ചു. കിറ്റക്സിൽ നിന്ന് 30 ലക്ഷം പോയി, നിങ്ങൾ എല്ലാവരുടെയും നിന്നും വാങ്ങിക്കുന്നുണ്ടെന്നേ. നിങ്ങൾ എന്നിട്ട് വെറുതെ അരുൺ ഇതെന്ന് അറിയാഞ്ഞിട്ടല്ല മറ്റൊരു കണക്ക് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നോക്കും. 2, ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്ക് തെറ്റിയോ പറ്റുമെന്ന് ഞാൻ പറയാൻ പോകുള്ളൂ. കാരണം ഇന്ന് നാളെ ഈ പ്രൈം ടൈമിന്റെ സമയമായി പോലും തീരില്ല. അൺഫോർച്ചുനേറ്റ്ലി ഐ ആം ബിക്കം മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് വരെ പറഞ്ഞ ആൾക്കാരാണ്. ഒരു നീണ്ട കഥയുണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തെറ്റാർക്ക് പറ്റിയെന്നുള്ളതല്ല പ്രശ്നം, രാഷ്ട്രീയമായി ഇതിനെങ്ങനെ നേരിടാൻ പറ്റുമെന്നുള്ളതാണ് പ്രശ്നം. അത് ഇവർക്ക് പറയാൻ പറ്റുന്നില്ല. ഇവർക്ക് രാഷ്ട്രീയമായി BJP-യെ നേരിടാൻ പറ്റുന്നില്ല എന്നുള്ളിടത്താണ് ഇവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഞാൻ ബാക്കി എല്ലാ കാര്യവും വിടുന്നു. പിന്നെ ഈ പറയുന്ന ലീഗൽ കേസ് നടത്തിയതിൻ്റെ കഥയാണ് ഇവർ പറയുന്നത്. ഇവർക്ക് രാഷ്ട്രീയ സമരങ്ങൾ നടത്താൻ അറിഞ്ഞുകൂടെ? ഇപ്പം മഹാരാഷ്ട്രയിൽ സമരം നടത്തി, എന്നിട്ട് അവിടെ എത്ര MLA കിട്ടി? മുമ്പിൽ നിന്ന് ആൾക്കാർക്ക് കുറെ ചുമന്ന തൊപ്പിയും കൊടുത്ത് കൊടിയും പിടിച്ച പാവങ്ങൾ ചുമന്ന കൊടിയും പിടിച്ച് വെച്ച് വോട്ട് ചെയ്യുമോ? ആ മഹാരാഷ്ട്രയിൽ സമരം നടത്തിയെടുത്ത് പോലും CPM-ന് ജയിക്കാൻ പറ്റിയില്ല ഇത്തവണ. അപ്പൊ ഈ നിങ്ങൾ സമരം നടത്തിയൊന്നും വലിയ കാര്യമൊന്നുമില്ല, ജനങ്ങളുടെ പിന്തുണയില്ല. എന്നിട്ട് എന്റെ വോട്ട് കിട്ടിയോ? ഞാൻ ഒരു കാര്യം പറയാം. ഷാഫി പറഞ്ഞ ഈ ഷാഫി ചാലിയം പറഞ്ഞല്ലോ, ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ ട്രയൽ നടത്താതെ വിട്ടത് ആരാണെന്ന് ഷാഫിക്ക് അറിഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാറിനോടോ ലീഗിലെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്ക്. ഒരു 10-20 വർഷം മുമ്പുള്ള കഥയാണ്. ആ ചരിത്രം പേപ്പറിലൊക്കെ ഉണ്ട്. ആരാണ് ട്രയൽ നടത്താണ്ട് രക്ഷപ്പെടുത്തി വിട്ടത്? അന്ന് രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതികേട് നമുക്ക് സഹിക്കേണ്ടി വരില്ലായിരുന്നു. അതിൽ മുസ്ലിം ലീഗിനും ഉത്തരവാദിത്തമുണ്ട്, കോൺഗ്രസിന്റെ 3-4 നേതാക്കൾ വളരെ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ട്രയൽ നടത്താതെ രക്ഷപ്പെടുത്തിയിട്ട് ആ അന്വേഷണം കോടതി ട്രയൽ നടത്തി വരാൻ വിധിയുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ട്രയൽ പോയിരുന്നോ? ഇല്ലല്ലോ. ബേസിക് ആയിട്ടുള്ള കാര്യം രക്ഷപ്പെടുത്തി. അതെങ്ങനെ ശരിയാവും? അന്വേഷിച്ചത് CBI ആണ്. അന്വേഷിച്ചത് CBI ആണ്. CBI-യുടെ കേസിൽ CBI കോടതിയാണ് ഡിസ്ചാർജ് ചെയ്തത്. സ്റ്റേറ്റിന്റെ ഏജൻസികൾ ആരും അല്ല അന്വേഷിച്ചത്. അല്ല, ഞാൻ
ജാനുവിന്റെ കേസ് CBI ആണ്, എത്ര CBI പറയണം? എന്നാ തുടങ്ങിയത്? അല്ല നോക്കൂ, ഈ ലാവ്ലിൻ കേസ് അന്വേഷിച്ചത് എന്നാ തുടങ്ങിയത്? ലാവ്ലിൻ കേസ് അന്വേഷിച്ചത് CBI ആണ്. പറയേണ്ട കാര്യം എന്താ? ലാവ്ലിൻ കേസ് അന്വേഷിച്ചത് സ്റ്റേറ്റ് ഏജൻസികളല്ല. ലാവ്ലിൻ കേസ് അന്വേഷിച്ചത് CBI ആണ്. ആ CBIയുടെ കേസിലാണ് CBI പ്രത്യേക കോടതി പിണറായി വിജയനെ ഡിസ്ചാർജ് ചെയ്തത് 2013. സ്റ്റേറ്റിന്റെ ഏജൻസികൾ അന്വേഷിച്ച് സ്റ്റേറ്റിന്റെ ഏജൻസികൾ കുറ്റപത്രം കൊടുത്ത് സ്റ്റേറ്റിന്റെ ഏജൻസികളുടെ കുറ്റപത്രം തള്ളിക്കളഞ്ഞ സംഭവം അല്ല അത്. CBI കോടതിയാണ് ഈ കേസിൽ ഡിസ്ചാർജ് ചെയ്തത്. ഇതാണ് വസ്തുത. എനിക്ക് സമയം പൂർണ്ണമായി വളരെ നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.